ഹരിയോ. ദേവന്മാര് പരോക്ഷപ്രിയരാണെന്നാണ് ഋഷികൾ പറഞ്ഞു വച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അവർ പരോക്ഷപ്രിയരാകുന്നത്? പരോക്ഷപ്രിയർ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊന്ന് സൂചിപ്പിക്കുക, ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യം പറയുക. അതിലാണ് ദേവന്മാർക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ ദൈവികമായ എല്ലാ ജ്ഞാനവും ആ രീതിയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. അതിപ്പോൾ വേദം മുതൽക്ക് ഇങ്ങോട്ടുള്ളതെല്ലാം തന്നെ ദൈവികമാണ്. അതുകൊണ്ട് അതിലെല്ലാം തന്നെ നമുക്ക് ഈ പരോക്ഷമായ രീതി കാണാൻ പറ്റും, പരോക്ഷമായ അവതരണം. ഇപ്പൊ വേദത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും അതിൻ്റെ സാരം എന്താണെന്ന് മനസ്സിലാക്കാതെ വായിക്കുന്ന സമയത്ത് അർത്ഥം തന്നെ തെറ്റിപ്പോകുന്നതായി നമ്മൾ കാണുന്നു, ദുർവ്യാഖ്യാനങ്ങൾ സംഭവിക്കുന്നതായി കാണുന്നു. പുരാണ കഥകൾക്കും ഇത് തന്നെയാണ് ഗതി. അപ്പൊ എന്തുകൊണ്ടാണ് ദേവന്മാര് പരോക്ഷപ്രിയരായത്? എന്തുകൊണ്ടാണ് ദൈവികമായ കാര്യങ്ങൾ പരോക്ഷമായി പറയപ്പെടുന്നത്? ഇതിനുള്ള ഉത്തരം, ദൈവികമായ ജ്ഞാനം സമ്പാദിക്കാനുള്ള അർഹതയുള്ളവർക്ക് മാത്രമേ അത് കൊടുക്കാൻ പാടൂ. അത്തരക്കാർക്ക് മാത്രമേ അതുകൊണ്ട് ഗുണമുണ്ടാവൂ. അതല്ലാത്തവർക്ക് ഗുണം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ചില സമയങ്ങളിൽ ദോഷവും ഉണ്ടാകും. എന്നാൽ ഓരോ വ്യക്തിയെയും തേടിപ്പിടിച്ച് ഇയാൾ യോഗ്യനാണോ അല്ലയോ എന്ന് നോക്കി കൊടുക്കാൻ ഋഷിമാർക്ക് സാധിക്കില്ല. കാരണം അവരവരുടെ ദർശനത്തെ വിതരാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അത്തരം വിതരണത്തിലൂടെ ആർക്കും ദോഷമുണ്ടാവാനും പാടില്ല. അപ്പോൾ ഋഷി കണ്ടെത്തിയിട്ടുള്ള വഴിയാണ് ദൈവികമായ കാര്യങ്ങൾ പരോക്ഷമായി പറയുക എന്നുള്ളത്. പരോക്ഷമായി പറയുമെന്ന് പറഞ്ഞാൽ അവർ കഥകളെ നമുക്ക് നൽകും. വിചിത്രമായ കഥകളായിരിക്കും അവർ നൽകുന്നത്. പ്രധാനമായും പുരാണങ്ങളിലൊക്കെ നമുക്ക് ഇത്തരം പല കഥകളും കാണാം. പല കഥകളും എന്താണെന്ന് പോലും മനസ്സിലാവില്ല, പക്ഷെ കേൾക്കാൻ നല്ല രസമായിരിക്കും. അത്തരം കഥകൾ അവർ നമുക്ക് പ്രദാനം ചെയ്യുമ്പോൾ ആ കഥ ലോകത്തിൽ മുഴുവൻ പ്രചരിക്കും. എല്ലാവരും ആ കഥ കേൾക്കും. പല ആൾക്കാരും അത് കേട്ട് ആസ്വദിക്കും. അതിൽ നിന്നും ഒരല്പം ഭക്തിയെയും സമ്പാദിക്കും. അപ്പൊ അവർക്ക് ഗുണമുണ്ടായി. എന്നാൽ അതിൽ ഏറ്റവും യോഗ്യരായ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള തത്വം, അതായത് എന്തൊന്ന് പറയാൻ വേണ്ടിയാണോ ആ കഥ പറഞ്ഞത്, അതാണ് ആ കഥയുടെ തത്വം. ആ തത്വത്തെ അവർ ഗ്രഹിക്കും, അതിൻ്റെ സാരത്തെ അവർ ഗ്രഹിക്കും. അതിലൂടെ അവർക്ക് ഉയർച്ചയും ഉണ്ടാവും. അപ്പോൾ അർഹരായവർക്ക് ദൈവികമായ ജ്ഞാനം കൊടുക്കുകയും ചെയ്തു. അതല്ലാത്തവർക്ക് ഭക്തിയെ പ്രദാനം ചെയ്തുകൊണ്ട് ഭാവിയിൽ അതിനുള്ള അർഹത, ആ ഉയർന്ന ജ്ഞാനത്തിനുള്ള അർഹത ഉണ്ടാക്കി കൊടുക്കാനുള്ള വഴിയും വെച്ചു കൊടുത്തു. ഇങ്ങനെയാണ് ഋഷിമാര് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള കൃതികളിലെല്ലാം നമുക്ക് ഈ ഒരു രീതി കാണാം. ഇപ്പൊ ഭാഗവത പുരാണത്തിൽ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. ആ കഥകളിൽ പലതിലും നമുക്ക് ഈ രീതി കാണാം. സൂക്ഷ്മമായ കാര്യങ്ങൾ സരളമായ കഥയിലൂടെ അവതരിപ്പിക്കുന്നത്. അതുപോലത്തെ ഒരു കഥയാണ് കുചേലന്റെ കഥ. ഈ കഥ വളരെയധികം പ്രചരിച്ചിട്ടുള്ള കഥയാണ്. പക്ഷേ ഈ കഥയുടെ സാരം ഗ്രഹിക്കപ്പെടാതെ പോയതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ഇതിൻ്റെ സാരത്തെ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഇന്ന് പലരും കരുതുന്നത് ഭഗവാന് അവില് വളരെ ഇഷ്ടമാണ് എന്നതാണ് ഈ കഥയുടെ സാരമെന്നാണ്. അപ്പോൾ അവില് ഭഗവാന് കൊടുത്താൽ നല്ല ഐശ്വര്യം ഉണ്ടാവും എന്നവർ ധരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അവില് കൊടുക്കാനുള്ള തിരക്ക് കൂടി വരികയാണ്. ധനുമാസത്തിലെ ബുധനാഴ്ച കുചേല ദിനമാണെന്നും അന്ന് നമ്മൾ അവില് പോയി കൊടുത്താൽ ഭഗവാൻ സന്തോഷിച്ച് നമുക്ക് എല്ലാം നൽകുമെന്നുമാണ് വിശ്വാസം. ആ വിശ്വാസം ഉണ്ടാവുന്നത് ഈ അവിൽ മാഹാത്മ്യമായി കഥയെ ഗ്രഹിച്ചത് കൊണ്ടാണ്. പക്ഷെ ഈ കഥയുടെ ഉദ്ദേശം അതല്ല. അപ്പൊ പിന്നെ ഈ കഥയുടെ ഉദ്ദേശം എന്താണ്? ഇതിൻ്റെ സൂക്ഷ്മാർത്ഥം എന്താണ്? ഇതൊന്ന് വിചിന്തനം ചെയ്യാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. ഒരു വ്യക്തി പുരാണ ഋഷിയായ വ്യാസഭഗവാനെ സമീപിച്ച് ഒരു ചോദ്യം ചോദിച്ചു എന്ന് കരുതുക. ജീവിതത്തിൽ ഐശ്വര്യം സമ്പാദിക്കേണ്ടത് എങ്ങനെയാണ്? ഈ ഒരു ചോദ്യം ഒരു വ്യക്തി ചോദിച്ചു. അതിന് വ്യാസര് കൊടുക്കുന്ന മറുപടിയാണ് കുചേലവൃത്തം. കുചേലന്റെ കഥ അതിനുള്ള മറുപടിയാണ്. അപ്പോൾ ഈ കഥയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം ജീവിതത്തിൽ ഐശ്വര്യം എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളതാണ്. അതിനുള്ള രഹസ്യം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഗ്രഹിക്കാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. ഇതിലെ കഥ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് കഥ വീണ്ടും ആവർത്തിക്കുന്നില്ല. മാത്രവുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. വളരെ ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ഭഗവാന്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹം ഭഗവാനെ സമീപിച്ചു. അദ്ദേഹത്തിന് അവില് കൊടുത്തു. ഭഗവാൻ അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യങ്ങളും കൊടുത്തു. ഇതാണ് കഥ. ഈ കഥയിൽ ഭാഗവതം അവതരിപ്പിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരുക്കി വെച്ച കാര്യങ്ങളിലൂടെ നമുക്കൊരു രഹസ്യമാണ് ഭാഗവതം പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. വേദവ്യാസര് അതിനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റാവോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് നമുക്ക് സാധിക്കട്ടെ. ഇവിടെ കുചേലനെ അവതരിപ്പിക്കുന്ന ഭാഗം നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം.
കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമി. ഇങ്ങനെയാണ് കുചേലനെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും അധികം വിശേഷണം ആ വ്യക്തിക്ക് കൊടുത്തിട്ടും ആ വ്യക്തിയുടെ പേര് പോലും പരാമർശിച്ചിട്ടില്ല. ഈ കഥയിലുടനീളം ആ വ്യക്തിയുടെ പേരെന്താണെന്ന് പറയുന്നില്ല. ഒരു ദ്വിജനാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അദ്ദേഹത്തിന് പിന്നെ ഒരുപാട് വിശേഷണങ്ങൾ കൊടുക്കുന്നു. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് പേര് പറഞ്ഞില്ല? ഒരു പേര് പറയാൻ വ്യാസർക്ക് സാധിക്കുമായിരുന്നു, എന്തുകൊണ്ട് പറഞ്ഞില്ല? കാരണം കുചേലൻ എന്നുള്ളതൊരു വ്യക്തിയല്ല, ഒരു വ്യക്തിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് കുചേലൻ ഒരു പ്രതിനിധിയാണ്. ഒരു വ്യക്തി ഐശ്വര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ ആ വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്ന് കാണിച്ചു കൊടുക്കാനാണ് കുചേലനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ കുചേലന്റെ സ്ഥാനത്ത് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ കാണാൻ സാധിക്കണം. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് പേര് കൊടുക്കാത്തത്. അപ്പൊ നമ്മൾ ആ കഥ വായിക്കുന്ന സമയത്ത് ഈ ഗുണങ്ങളെല്ലാം നമ്മൾ സമ്പാദിച്ചാൽ നമ്മൾ ആ സ്ഥാനത്തെത്തും. അപ്പൊ അത് സമ്പാദിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അപ്പൊ കുചേലനെ മനസ്സിലാക്കിയാൽ നമ്മൾ എങ്ങനെയുള്ള ആളായിരിക്കണം എന്ന പാഠമാണ് വ്യാസർ നൽകുന്നത്. അതുകൊണ്ടാണ് പേരെവിടെയും പറയാത്തത്. അപ്പോൾ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ കുചേലൻ എന്ന വാക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു വിശേഷണമാണ്. 1-2 തവണ ആ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. കുചൈല എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ചൈലം എന്നാൽ വസ്ത്രം, കു എന്നാൽ കുറവ്, വളരെ കുറവ് വസ്ത്രം ധരിച്ചവൻ എന്നർത്ഥമാണ് ആ പദത്തിൽ നിന്നും കിട്ടുന്നത്. അതായത് അദ്ദേഹത്തിന് അധികം ധനമൊന്നുമില്ല. അപ്പോൾ ആകെ കൂടി ഒരു മുണ്ട് മാത്രമേ ഉടുത്തിട്ടുണ്ടാവും. മേൽമുണ്ടൊന്നും ഉണ്ടാവില്ല, മറ്റ് അരപ്പട്ടൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ വിശേഷപ്പെട്ട ഒന്നും ഉണ്ടാവില്ല. ഒരു മുണ്ട് മാത്രം, ഒരു സാധാരണ ഒരു തുണി മാത്രം ഉടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നുള്ളത് കൊണ്ട് കുചൈല എന്ന് വിളിക്കുന്നു. അതിൽ നിന്നും കുചേലൻ എന്ന പേര് അദ്ദേഹത്തിന് സിദ്ധിക്കുകയാണ്. കുചേല ബ്രാഹ്മണൻ എന്ന് വിളിക്കുകയാണ്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ പേരല്ല, അദ്ദേഹത്തിന് കൊടുത്ത ഒരു വിശേഷണമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ നമുക്ക് കാണിച്ചു തരാൻ കൊടുത്ത വിശേഷണമാണ്. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന് വർണ്ണിക്കുന്ന ചില പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പദങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് നോക്കണം. ഇവിടെ പറയുന്നു, കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത്. ഭഗവാൻ കൃഷ്ണന് ഒരു സഖാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു, ബ്രഹ്മവിത്തമനായിരുന്നു, ഇന്ദ്രിയാർത്ഥേഷു വിരക്തനായിരുന്നു, പ്രശാന്താത്മനായിരുന്നു, ജിതേന്ദ്രിയനായിരുന്നു, യദൃച്ഛയാ ലഭിക്കുന്നതിൽ സന്തുഷ്ടനായിരിക്കുന്നവനായിരുന്നു, അതിനെ മാത്രം സ്വീകരിക്കുന്നവനായിരുന്നു, അങ്ങനെ വർത്തിക്കുന്ന ഗൃഹാശ്രമിയായിരുന്നു. ഗൃഹസ്ഥാശ്രമിയാണ് അദ്ദേഹം. ഇതാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വിശേഷണം. ഇവിടെ ആദ്യം കൊടുത്ത പദം തന്നെ ബ്രാഹ്മണ എന്നാണ്. അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിക്കുന്നത് അയാളുടെ വർണ്ണത്തെയാണ്. അപ്പോൾ ഭഗവാനിൽ നിന്നും ഐശ്വര്യം നേടണമെങ്കിൽ നമ്മളൊക്കെ ബ്രാഹ്മണന്മാരാകണോ എന്നൊരു ചോദ്യം വരും. വേണ്ട എന്നാണ് ഉത്തരം. കാരണം ബ്രാഹ്മണ ശബ്ദം കൊണ്ട് അയാളുടെ വർണ്ണവും അതിൻ്റെ ധർമ്മവുമാണ് സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ, മനസ്സിൻ്റെ ബീജം എന്ന് തന്നെ വിളിക്കാവുന്ന കാരണ ശരീരത്തിൽ വാസനകളുടെ സമുച്ചയമുണ്ട്. ഈ വാസനയിൽ നിന്നുമാണ് ചിന്തകൾ വിരിയുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ, ഭയങ്ങൾ എല്ലാം വിരിയുന്നത് വാസനയിൽ നിന്നാണ്. ആ ചിന്തകൾക്കനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ വാസനയാണ് നമ്മുടെ ഗുണത്തെ നിശ്ചയിക്കുന്നത്. ഏത് തരം വാസനയാണോ നമുക്കുള്ളത് അത്തരം ഗുണമാണ് നമുക്കുള്ളത്. ആ ഗുണത്തിനനുസരിച്ചുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഗുണത്തിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത്തരം കർമ്മങ്ങൾക്ക് 4 പ്രകാരത്തിലുള്ള വിഭജനം ഋഷിമാര് നടത്തിയിട്ടുണ്ട്. അതായത് 4 തരത്തിലുള്ള കർമ്മങ്ങൾ പൊതുവെ ഉണ്ടെന്ന് അവർ ഗ്രഹിക്കുന്നു. അത് അവരുടെ ഒരു തിയറിയാണ്. ആ 4 തരത്തിലുള്ള കർമ്മങ്ങൾക്കും 4 പേരുകൾ കൽപ്പിച്ചു. അങ്ങനെയാണ് 4 വർണ്ണങ്ങൾ ഉണ്ടാവുന്നത്. ഇത് ജാതി എന്ന അർത്ഥത്തിലല്ല വർണ്ണ എന്ന ശബ്ദത്തിന് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നത്. അത് ജാതിയായി പിന്നീട് പരിണമിച്ചതാണ്. വർണ്ണം എന്ന വ്യവസ്ഥ വ്യക്തിയുടെ ഗുണത്തെ വേർതിരിക്കുകയും അതിനനുസരിച്ച് അവൻ ചെയ്യേണ്ട കർമ്മത്തെയും വേർതിരിക്കുന്ന ഒരു രീതിയാണ്. ബ്രാഹ്മണന്റെ മകൻ ശൂദ്രത്വം കാണിച്ചാൽ അവനെ ശൂദ്രനായിട്ടും, ശൂദ്രന്റെ മകൻ ബ്രാഹ്മണത്വം കാണിച്ചാൽ അവനെ ബ്രാഹ്മണനായിട്ടും കണക്കാക്കണമെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് അവസാന ഭാഗത്ത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു കുലത്തിന്റെ പേരിൽ കിട്ടുന്ന ഗുണമല്ല അത്. വ്യക്തി സ്വയം ആർജിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ള, നമുക്കൊരു ദേഹം കിട്ടുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഫലമായിട്ടാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് തരം വാസനയാണോ അതിനനുസരിച്ച് എന്ത് തരം കർമ്മമാണോ നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മുടെ വർണ്ണത്തെ നിശ്ചയിക്കുന്നു. അപ്പൊ ഇവിടെ ഇയാൾ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞു.
ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തത്, അയാളുടെ ഗുണങ്ങൾ ലിസ്റ്റായിട്ട് എടുത്തു പറയും. ആ ഗുണങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് ഭഗവത്ഗീതയെ ഒന്ന് നോക്കാം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ബ്രാഹ്മണന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്, ബ്രാഹ്മണൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഭഗവത്ഗീത പറയുന്നു. 18-ാം അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ്, ശമോദമസ്തപഃ ശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ഇവിടെ അവസാനമായി പറയുന്ന വാക്ക് സ്വഭാവജം എന്നാണ്. സ്വഭാവത്തിൽ നിന്നും ജനിക്കുന്നതാണ് ഈ കർമ്മങ്ങൾ. അപ്പോൾ ഒരു വ്യക്തി അയാളുടെ വർണ്ണം നിശ്ചയിക്കുന്നത് അയാളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതേ കാര്യം 4-ാം അധ്യായത്തിലും ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യകർത്താരം അവ്യയം. ഗുണകർമ്മ വിഭാഗശഃ, ഗുണത്തിൻ്റെയും അതിൽ നിന്നും ജനിക്കുന്ന കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് 4 വർണ്ണങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ സ്വഭാവജമായിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ബ്രാഹ്മണൻ. എന്തൊക്കെയാണത്? ശമം. ശമം എന്ന് പറഞ്ഞാൽ മനസ്സിനെ അടക്കുക, മനസ്സിന്റെ നിയന്ത്രണമാണ് ശമം. അത് കഴിഞ്ഞാൽ പറയുന്നു ദമം. ദമം എന്നാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. തപസ് എന്ന് പറഞ്ഞാൽ ആത്മാനുസന്ധാനമാണ്, ആത്മാവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. ശൗചം എന്നാൽ ശുദ്ധി, ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി. ബാഹ്യമായ ശുദ്ധി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ശുദ്ധി, ദേഹത്തിന്റെ ശുദ്ധി, ധരിച്ച വസ്ത്രത്തിന്റെ ശുദ്ധി, ഇതൊക്കെ ബാഹ്യമായ ശുദ്ധിയാണ്. ആന്തരിക ശുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ശുദ്ധിയാണ്. ബുദ്ധിക്ക് നല്ല തെളിമയുണ്ടാക്കി കൊടുക്കുക, മനസ്സിനെ നല്ല വിചാരങ്ങളിൽ മാത്രം നിർത്തുക. അപ്പൊ അങ്ങനെ മനസ്സിനെ ശുദ്ധമാക്കുക. ശാന്തി. ശാന്തി എന്ന് പറയുക എല്ലാം സഹിക്കുക. ജീവിതത്തിൽ നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടാവും. ചിലത് സുഖപ്രദമായിരിക്കും, ചിലത് ദുഃഖപ്രദമായിരിക്കും. എത്തരം അനുഭവങ്ങളാണെങ്കിലും അത് ഒരുപോലെ സ്വീകരിക്കാനും അനുഭവിക്കാനുമുള്ള ശക്തിയാണ് ശാന്തി. ഇപ്പൊ ബ്രാഹ്മണന് അതും ഉണ്ടായിരിക്കണം. ആർജവം. ഉള്ളിലൊന്നും പുറത്തൊന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് ഉള്ളിൽ ഒരു വ്യക്തി എങ്ങനെയാണോ പുറത്ത് അങ്ങനെ തന്നെ വ്യവഹരിക്കുന്നതാണ് ആർജവം. നമ്മുടെ സ്വഭാവം എന്താണോ അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ പെരുമാറ്റം. ഇപ്പോൾ ആഗ്രഹങ്ങൾ വലുതാണ്, പക്ഷെ ചെറിയ കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ മനസ്സിൽ എപ്പോഴും സംഘർഷമുണ്ടാവും. അങ്ങനത്തെ മനസ്സിന് ഒരിക്കലും സുഖമുണ്ടാവില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഐശ്വര്യം നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി സ്വധർമ്മം അനുഷ്ഠിക്കണം എന്ന പാഠമാണ് ഈ കഥ നമുക്ക് നൽകാൻ പോകുന്നത്. അപ്പോൾ ആ സ്വധർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ അകത്തുള്ള പോലെ പുറത്ത് വ്യവഹരിക്കണം. അതായത് ആർജവം നമുക്കുണ്ടാവണം. അപ്പോൾ ബ്രാഹ്മണന് പറഞ്ഞിട്ടുള്ള ഗുണമാണ് ഇവിടെ ആർജവം. ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം. ജ്ഞാനം ഉണ്ടാവണം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്ഞാനവും വിജ്ഞാനവും എടുത്തു പറഞ്ഞതുകൊണ്ട് ജ്ഞാനം എന്നുള്ളത് ബാഹ്യമായ ജ്ഞാനം. ഇപ്പോൾ നമ്മളൊരു ഗ്രന്ഥം പഠിച്ചു കഴിഞ്ഞാൽ ആ ഗ്രന്ഥത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടു എന്നുള്ളത് ബാഹ്യമായ ഒരു ജ്ഞാനമാണ്, അതൊരു തിയററ്റിക്കൽ നോളജാണ്. വിജ്ഞാനം എന്നുള്ളത് പ്രാക്ടിക്കലായ അനുഭവ സമ്പത്താണ് വിജ്ഞാനത്തെ സൂചിപ്പിക്കുന്നത്. ഇനി ജ്ഞാനവിജ്ഞാനത്തെ ഭൗതികമായ ജ്ഞാനമെന്നും വിജ്ഞാനത്തെ ആത്മീയമായ ജ്ഞാനമെന്നും നമുക്ക് വേർതിരിക്കാം. അതായത് ഭൗതികമായ ജ്ഞാനം, ആത്മീയമായ വിജ്ഞാനം, ആസ്തിക്യം. അപ്പോൾ ആത്മീയമായ പല കാര്യങ്ങളും ശാസ്ത്രങ്ങളിൽ നിന്നും പഠിക്കുമ്പോൾ അത് സത്യമാണെന്നുള്ള വിശ്വാസമാണ് ആസ്തിക്യം. അപ്പോൾ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്, പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന പൊരുളാണ് അദ്ദേഹം, ആ പൊരുളിനെ നമ്മൾ ആത്യന്തികമായി ആശ്രയിക്കണം, അതിലൂടെ നമുക്ക് മുക്തി കിട്ടും. ഇതൊക്കെ ശാസ്ത്രം പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അത്തരം വിജ്ഞാനങ്ങളിൽ ആസ്തിക്യം ഉണ്ടാവണം, അത് ശരിയാണ്, സത്യമാണെന്നുള്ള ഉറപ്പുണ്ടാവണം. ഈ ഗുണങ്ങളൊക്കെ ഉള്ളവനാണ് ബ്രാഹ്മണൻ. ഇപ്പൊ ഇവിടെ കുചേലന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഗുണങ്ങൾ തന്നെയാണ്. ആദ്യം തന്നെ പറയുന്നു ബ്രഹ്മവിത്തമനാണ്. ബ്രഹ്മവിത്തമൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മശബ്ദത്തിന് വേദം എന്നാണ് അർത്ഥം. അപ്പൊ വേദം അറിയുന്നവൻ ബ്രഹ്മവിത്ത്, അതിലേറ്റവും ശ്രേഷ്ഠനായവൻ ബ്രഹ്മവിത്തമ, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം എന്നൊക്കെ പറഞ്ഞ പദങ്ങൾ ആ ബ്രഹ്മവിത്തമ ശബ്ദത്തിലുണ്ട്. കാരണം ബ്രഹ്മത്തിന് ബ്രഹ്മം പരബ്രഹ്മം എന്ന അർത്ഥവുമുണ്ട്. അപ്പൊ വേദജ്ഞനാണ്, വേദം ആരെ കുറിച്ച് പറയുന്നു, ആ ബ്രഹ്മത്തെ അറിഞ്ഞവനുമാണ് ഈ ബ്രാഹ്മണൻ എന്ന് സൂചിപ്പിച്ചതിലൂടെ അദ്ദേഹത്തിന് ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ഉണ്ടെന്ന് നമുക്ക് ഗ്രഹിക്കാം. അത് കഴിഞ്ഞ് ഇന്ദ്രിയാർത്ഥേഷു വിരക്ത. ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ് ഇന്ദ്രിയാർത്ഥങ്ങൾ. ഇപ്പൊ കണ്ണിന് കാഴ്ചയാണ്, ചെവിക്ക് ശബ്ദമാണ്, മൂക്കിന് മണമാണ്, നാക്കിന് രുചിയാണ്, ത്വക്കിന് സ്പർശമാണ്. ഇതാണ് ഇന്ദ്രിയ വിഷയങ്ങൾ. ഇതിൽ വിരക്തനായിരിക്കുന്നവൻ, ഇതിൽ രാഗമില്ലാതിരിക്കുന്നവൻ, അതായത് ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കിയവൻ, അതാണ് ദമം എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചത്. അപ്പൊ ആ ഗുണം ഈ വ്യക്തിക്കുണ്ട്. പ്രശാന്താത്മ, അയാളുടെ മനസ്സ് ശാന്തമാണ്.
ശമം എന്ന ശബ്ദം കൊണ്ട് അതാണ് സൂചിപ്പിച്ചത്. അപ്പോൾ അയാൾ പ്രശാന്താത്മാവാണ്, ജിതേന്ദ്രിയനാണ്, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ്. ദമശബ്ദം കൊണ്ടും തപശബ്ദം കൊണ്ടും ഇതെടുക്കാം. കാരണം തപസ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി അവനവനെ അന്വേഷിക്കലാണ്. അപ്പം അതുകൊണ്ട് ആ ഗുണവും അയാൾക്കുണ്ട്. യദൃച്ഛയോപപന്നേന വർത്തമാനോ, യദൃച്ഛയാ ലഭിക്കുന്നതിൽ നിന്നും സന്തോഷിക്കുന്നവനാണ്. ഇതാണ് ശാന്തി എന്ന് പറയുന്ന ഗുണം. കാരണം നമ്മൾ എങ്ങനെ പ്രവർത്തിച്ചാലും നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചാകണമെന്നില്ല. ചിലപ്പോൾ സുഖം കിട്ടും, ചിലപ്പോൾ ദുഃഖം കിട്ടും. ഇങ്ങനെ രണ്ടും കിട്ടുമ്പോഴും രണ്ടും ഒരുപോലെ സ്വീകരിക്കുന്നതാണ് യദൃച്ഛയോപപന്നേന വർത്തമാനോ എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നും ചെയ്യാതെ കുത്തിരിക്കുന്നവനായിരുന്നില്ല കുചേലൻ. അദ്ദേഹത്തിന്റെ ധർമ്മം നന്നായി അനുഷ്ഠിച്ചിരുന്ന ആളായിരുന്നു. ബ്രാഹ്മണൻ ചെയ്യേണ്ടപ്പോൾ വേദം അഭ്യസിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുകയും ഇതെല്ലാം അയാളുടെ ധർമ്മമാണ്. അതെല്ലാം അയാൾ ഭംഗിയായി ചെയ്തു. പിന്നെ എങ്ങനെ അയാൾ ദരിദ്രനായി എന്ന് ചോദിച്ചാൽ അതിൽ നിന്നും അയാൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ആൾക്കാർ എന്ത് ദക്ഷിണ കൊടുക്കുന്നു അത് സ്വീകരിക്കും. പലരും കൊടുക്കില്ല. പലർക്കും അത് കൊടുക്കാൻ പ്രാപ്തിയില്ലെങ്കിൽ അവർക്കും അദ്ദേഹം ചെയ്തു കൊടുക്കേണ്ടത് വ്യക്തമായി ചെയ്ത് സ്വയം തപിച്ചാലും മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ ജീവിച്ചിരുന്നു. അപ്പൊ സ്വധർമ്മം നന്നായി അനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണെന്ന് ഇതിൽ നിന്നും ഉറപ്പിക്കണം. ദരിദ്രനായിരുന്നു, പക്ഷെ ഒന്നും ചെയ്യാതിരുന്നിട്ടല്ല അദ്ദേഹത്തിന് ദാരിദ്ര്യം. ചെയ്യേണ്ടത് വ്യക്തമായി ചെയ്തിട്ടും അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ അത് സ്വന്തം കർമ്മത്തിന്റെ ഫലമാണെന്ന് അദ്ദേഹത്തിന് ബോധമുണ്ട്. താൻ ആർജിച്ചിട്ടുള്ള കർമ്മങ്ങളുടെ ഫലങ്ങളാണ് തനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ദാരിദ്ര്യമാണ് വിധിയെങ്കിൽ അതും സ്വീകരിക്കാം എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയാണ്. അപ്പോൾ സ്വധർമ്മം ചെയ്യുന്നവനാണ്, എന്ത് കിട്ടുന്നുവോ അതിൽ സന്തോഷിക്കുന്നവനാണ്, ശാന്തിയുള്ളവനാണ്, ഗൃഹാശ്രമിയാണ്, ഗൃഹസ്ഥനാണ് അദ്ദേഹം. 4 ആശ്രമങ്ങളുണ്ട്. അതിൽ ഓരോന്നും കൃത്യമായി പാലിച്ചിട്ട് വേണം നമ്മൾ ഈ ലോകത്തെ താണ്ടി പോകാൻ എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ച് ആ ആശ്രമധർമ്മത്തെയും അദ്ദേഹം പാലിക്കുന്നു എന്നതിൽ നിന്നും മനസ്സിലാക്കണം. തനിക്ക് ലഭിക്കുന്നത് തൻ്റെ കൂടെയുള്ളവർക്കും മറ്റ് മക്കളുണ്ടെങ്കിൽ അവർക്കും ഒക്കെ കൊടുക്കുന്ന, അവരുടെ കാര്യം നോക്കുന്നതാണ് ഗൃഹസ്ഥാശ്രമം. ഗൃഹത്തിൻ്റെ കാര്യം നോക്കുന്നതാണ്. അത് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അദ്ദേഹം ചെയ്തിരുന്നു എന്നും നമ്മൾ ഗൃഹാശ്രമി എന്ന പദത്തിൽ നിന്നും സ്വീകരിക്കണം. അപ്പോൾ നല്ല സ്വധർമാനുഷ്ഠാനമുള്ള വ്യക്തിയായിരുന്നു കുചേലൻ എന്നാണ് ഈ പറഞ്ഞ വിശേഷണങ്ങളിൽ നിന്നും ഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഒരു വ്യക്തി, നമ്മൾ ഐശ്വര്യം ആർജിക്കാൻ വേണ്ടി ഐശ്വര്യം ആഗ്രഹിച്ചുകൊണ്ട് വ്യാസരുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഐശ്വര്യം കിട്ടുക? വ്യാസര് പറയുന്ന ആദ്യത്തെ ഉപദേശം തന്നെ സ്വധർമ്മം നന്നായി അനുഷ്ഠിക്കുമെന്നാണ്. നമ്മൾ ആര് വേണമെങ്കിലും ആകാം, ബ്രാഹ്മണനാകാം, ക്ഷത്രിയനാകാം, വൈശ്യനാകാം, ശൂദ്രനാകാം. നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള കർമ്മങ്ങൾക്ക് നമ്മൾ വിധേയരാണ്. ആ കർമ്മത്തെ നന്നായി നമ്മൾ അനുഷ്ഠിച്ചാൽ ആ അനുഷ്ഠാനം തന്നെയാണ് നമുക്ക് വേണ്ടുന്ന യോഗ്യത. അപ്പൊ ആ യോഗ്യത സമ്പാദിക്കണം ഒരു വ്യക്തി, സ്വധർമ്മം അനുഷ്ഠിക്കണം എന്നിവിടെ സൂചിപ്പിക്കുന്നു. ഭഗവത്ഗീതയുടെ സാരവും ഈ സ്വധർമാനുഷ്ഠാനം തന്നെയാണ്. ഗീതയിൽ ഭഗവാൻ പറയുന്നു, ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. വളരെ പ്രസക്തമായൊരു ഉപദേശമാണത്. വിഗുണമായിട്ട് ചെയ്താൽ പോലും വിഗുണമായിട്ടുള്ള സ്വധർമ്മമാണെങ്കിലും അത് ശ്രേഷ്ഠമാണ് നന്നായി ചെയ്യപ്പെടുന്ന പരധർമ്മത്തേക്കാൾ. കാരണം ഒരു വ്യക്തി അയാളുടെ ഗുണത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ അയാൾക്ക് ശാന്തി ഉണ്ടാവും. ഗുണത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. ഇവിടെ ആർജവം എന്ന ഗുണം പറഞ്ഞു, ഇതെല്ലാ സാധകർക്കും ബാധകമാണ്. അവരേത് വർണ്ണത്തിലുള്ളവരാണെങ്കിലും അവർക്ക് ബാധകമാണ്. കാരണം അകത്ത് എങ്ങനെയാണോ പുറത്ത് അങ്ങനെ, അതാണ് ആർജവം എന്ന ഭാവം. അപ്പൊ നമ്മുടെ ഉള്ളിൽ എപ്പോഴും സത്യസന്ധതയുണ്ടാവണം. അപ്പോൾ ഒരു വ്യക്തി അയാളുടെ വർണ്ണം എന്ത് തന്നെയാണെങ്കിലും അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് നമുക്കുണ്ടാകേണ്ട ആദ്യത്തെ യോഗ്യത. അപ്പോൾ ഐശ്വര്യം ആഗ്രഹിക്കുന്ന വ്യക്തി ആദ്യം സ്വധർമ്മം അനുഷ്ഠിക്കണം. അപ്പോൾ ആ സ്വധർമ്മം അവന് വിഗുണമായിട്ട് തോന്നാം. ഉദാഹരണത്തിന് ഇവിടെ കുചേലന്റെ കഥ നമ്മൾ എടുത്താൽ, അദ്ദേഹം ചെയ്യുന്ന ധർമ്മത്തിലൂടെ അദ്ദേഹത്തിന് വലിയ വിത്തമൊന്നും കിട്ടിയില്ല, ധനമൊന്നും കിട്ടിയില്ല. അപ്പോൾ അത് അയാളെ സംബന്ധിച്ച് വിഗുണമാണ്. ബാഹ്യമായി നോക്കിയാൽ ഒരു ഗുണവും ഇതുകൊണ്ടില്ല. അപ്പോൾ അയാൾക്ക് ചിന്തിക്കാം, ഞാൻ മറ്റു വല്ല പണി, ഞാൻ ഇപ്പോൾ ക്രയവിക്രയം ചെയ്യാണ്, വൈശ്യന്റെ പണിയാണ്, അത് ഞാൻ ചെയ്താൽ. ഇപ്പോൾ വിദ്യ വിൽക്കാം, വിദ്യ വിറ്റ് കഴിഞ്ഞാലുള്ള അവസ്ഥ ഇന്ന് കാണാനുണ്ട്. വിദ്യ ഒരിക്കലും വിൽക്കപ്പെടാൻ പാടില്ല. വിദ്യ എപ്പോഴും വാരി കൊടുക്കേണ്ട ഒന്നാണ്. കാരണം അത് ലോകത്തിന് മംഗളം ഉണ്ടാക്കുന്ന ഒന്നാണ്. അന്നം, വിദ്യ ഇതൊന്നും വിൽക്കാൻ പാടില്ല. പക്ഷെ ഇന്ന് അതെല്ലാം വിൽക്കപ്പെടുന്നു. അതെന്തോ ആയിക്കോട്ടെ. ഇവിടെ
ആ ബ്രാഹ്മണന് തൻ്റെ ധർമ്മം വിഗുണമാണെന്ന് ചിന്തിച്ചുകൊണ്ട് പരധർമ്മം അനുഷ്ഠിക്കാം. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. കാരണം പരധർമ്മം ഭയാവഹമാണ്. സ്വധർമ്മം വിഗുണമാണെങ്കിലും അത് അനുഷ്ഠിക്കുന്നത് ശ്രേഷ്ഠമാണ്. കാരണം ഉള്ളു ശാന്തമായിരിക്കും. അയാൾക്ക് ഉള്ളിൽ ഒരു ദുഃഖവുമില്ല. ബാഹ്യമായ സാഹചര്യം എന്തൊക്കെയാണെങ്കിലും ഉള്ളിൽ സുഖമുണ്ട്, ആനന്ദമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വധർമ്മം അനുഷ്ഠിക്കണം. ഈ ഉപദേശമാണ് ആദ്യം തന്നെ വ്യാസര് നൽകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പേര് കൊടുക്കാത്തത്. നമ്മൾ കുചേലൻ കുചേലൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അത് വിളിക്കാനുള്ള ലാഭത്തിനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരതല്ല, അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പൊ മനസ്സിൽ കുചേലൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മളെ തന്നെ സങ്കല്പിക്കണം. നമ്മൾ നമ്മുടെ ധർമ്മത്തെ മനസ്സിലാക്കി, സ്വധർമ്മം മനസ്സിലാക്കാൻ തന്നെ ഗീതയാണ് ഏറ്റവും നല്ല വഴി. ഗീത നന്നായി പഠിച്ചാൽ നമുക്ക് നമ്മുടെ സ്വധർമ്മം കണ്ടെത്താൻ പറ്റും. അങ്ങനെ സ്വധർമ്മം കണ്ടെത്തി അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഇതാണ് ആദ്യം നൽകുന്ന പാഠം. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മളൊരു സാധകനാണ്. ഇപ്പൊ കുചേലൻ എന്ന് പറയുന്ന ഒരു സാധകനാണ്. അദ്ദേഹം സ്വധർമ്മം നന്നായി അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറേ കാലം അങ്ങനെ സ്വധർമ്മം അനുഷ്ഠിച്ചു. ആ സമയത്ത് പുരാണം പറയുന്നു അദ്ദേഹത്തിന് ഒരു ധർമ്മപത്നി ഉണ്ടായിരുന്നു. ആ ധർമ്മപത്നി അദ്ദേഹത്തോട് വന്ന് ചില കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പൊ ധർമ്മപത്നിയെ ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുക്ഷാമാ ച തഥാവിധ പതിവ്രത പതിം പ്രാഹ മ്ലായതാവദനേന സാ ദരിദ്രം സീതമാനാ വൈ വേപമാനാ വിഗമ്യ ച. ഇവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയെ വിശേഷിപ്പിക്കുന്നത് ക്ഷുത് ക്ഷാമ എന്നാണ്. ഇവിടെ ആദ്യം അദ്ദേഹത്തിന് കുചൈലസ്യ എന്നൊരു പേര് കൊടുത്തു. അതാണ് ഈ കുചേലൻ എന്നുള്ള വാക്ക് വരാനുള്ള പ്രധാന കാരണം. വളരെ കുറച്ച് വസ്ത്രം മാത്രം ഉടുത്തവനായിരുന്നു ആ ബ്രാഹ്മണൻ. അദ്ദേഹത്തിന്റെ ഭാര്യ ക്ഷുത് ക്ഷാമയായിരുന്നു. ക്ഷുത് ക്ഷാമ എന്നുള്ളത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. വിശപ്പ് സഹിക്കുന്നവളായിരുന്നുവെന്നും വിശപ്പ് കൊണ്ട് വലഞ്ഞ് വളരെ ശോഷിച്ചു പോയവളായിരുന്നുവെന്നും രണ്ടർത്ഥമുണ്ട്. വിശപ്പ് സഹിക്കുമ്പോൾ സ്വാഭാവികമായും ശോഷിക്കുമല്ലോ. അപ്പോൾ ക്ഷുത് ക്ഷാമയായിരുന്നു, തഥാവിധയായിരുന്നു. അദ്ദേഹം ഏതുപോലെയായിരുന്നുവോ അതേ സ്വഭാവമായിരുന്നു ഭാര്യയ്ക്ക്. അപ്പൊ ഭാര്യ അദ്ദേഹത്തെ പോലെ തന്നെ ധർമ്മിഷ്ഠയായിരുന്നുവെന്ന് ഗ്രഹിക്കാം. പതിവ്രതയായിരുന്നു. അങ്ങനെയുള്ള ആ ധർമ്മപത്നി പതിം പ്രാഹ, ആ പതിയോട് പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞത്? മ്ലായതാവദനേന സ, വളരെ ദുഃഖിതമായ വളർന്ന് എന്താ പറയുക വാടിപ്പോയിട്ടുള്ള മുഖത്തോടു കൂടിയാണ് പറഞ്ഞത്. കാരണം അത്രയും ക്ഷീണമാണ്, അത്രയും ഇതായി സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദരിദ്രനായ വ്യക്തിയോട് അവൾ പറഞ്ഞു സീതമാനാ വൈ വേപമാനാഭിഗമ്യ. വളരെ ദുഃഖിതയായി ദേഹമെല്ലാം വിറച്ചുകൊണ്ടാണ് അവര് അദ്ദേഹത്തോട് സംസാരിച്ചത്. അപ്പൊ ദേഹം വിറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയും ക്ഷീണതയാണ്. ഇപ്പൊ ഭാര്യയെ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് ഇവർ ഒരുപാട് വർഷമായിട്ട് ഈ ജീവിതം ജീവിക്കുകയാണെന്ന് സൂചിപ്പിക്കാനാണ്. കാരണം ഇത്രയും മെലിഞ്ഞിരിക്കുകയാണ് ഭാര്യ എന്ന് പറയുമ്പോൾ അവർ ഭക്ഷണം വളരെ കുറച്ചേ കഴിച്ചിട്ടു. അപ്പൊ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം എന്നല്ല, കുറേ കാലം കഴിഞ്ഞു. അപ്പോൾ ഭർത്താവ് ഏത് വ്രതത്തെ സ്വീകരിച്ചു അതേ വ്രതത്തെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പം കുറേ കാലം ഭാര്യ വസിച്ചു എന്ന പാഠമാണ് അതിൽ നിന്നും നമ്മൾ ഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഒപ്പം ഭാര്യ വസിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഭാര്യ ആരാണെന്ന് നമ്മൾ കഥയിലൂടെ ചിന്തിക്കണം. ഇതിന്റെ തത്വം എന്താണ്? കഥയിൽ ഒരു ഭർത്താവ് അദ്ദേഹത്തിന്റെ ഭാര്യ. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാര്യ ഗുരുവാണ്. ഗുരുവിന്റെ പ്രതീകമാണ് ഭാര്യ. കാരണം ഭാര്യയാണ് ഭഗവാന്റെ അടുത്തേക്ക് അയക്കുന്നത്. അപ്പൊ ഗുരു തത്വമാണ്. നമുക്കത് ഒന്നുകൂടി നോക്കാം. എന്തായാലും ഭാര്യ എന്താണ് ഉപദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വളരെ വിറച്ചുകൊണ്ടാണ്, കാരണം ശക്തിയൊന്നുമില്ല. അപ്പോൾ ഒരുപാട് കാലത്തെ സാധന കഴിഞ്ഞു എന്ന് അതിൽ നിന്നും ആദ്യം ഗ്രഹിക്കണം. സാധന തുടങ്ങി 2 ദിവസം കഴിയുമ്പോഴേക്കും ഐശ്വര്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കാലമാണ്. ഫാസ്റ്റ് ഫുഡിന്റെ കാലം പോലെ എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണമെന്നാണ്. പക്ഷേ സാധനയ്ക്ക് ഒരുപാട് കാലം പിടിക്കും. ചിലപ്പോൾ ജന്മജന്മാന്തരങ്ങളിൽ സാധന ചെയ്താലാണ് ഫലം കിട്ടുക. അത് ഓരോരുത്തരുടെയും തലത്തിനനുസരിച്ചിരിക്കും. അപ്പൊ സാധന ചെയ്യുമ്പോൾ അത് ദീർഘകാലത്തേക്കാണെന്നുള്ള ബോധത്തോടു കൂടി വേണം തുടങ്ങാൻ. അല്ലാതെ പെട്ടെന്ന് ഫലം കിട്ടുമെന്ന് കരുതി തുടങ്ങിയാൽ നിരാശ മാത്രമായിരിക്കും ഫലം. പകുതി വഴി വിട്ടു പോകുക. അപ്പൊ ഇവിടെയുമില്ല അവിടെയും ഇല്ലാത്ത അവസ്ഥയോ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഭാര്യ ഇത്രയും അധികം ക്ഷീണിതയാണെന്ന് പറയുമ്പോൾ ഈ ഭർത്താവ് ഇത്രയും കാലമായിട്ട് ഈ സാധന ചെയ്യുകയാണ്, അത് ഭാര്യ അനുവർത്തിക്കുകയാണെന്ന് സൂചിപ്പിച്ചു. അപ്പൊ ഇവിടെ ഗുരുതത്വമാണെന്ന് പറഞ്ഞതുകൊണ്ട് സാധന ഒരു വ്യക്തി പരിപൂർണമാക്കുന്നത് വരെ ഗുരു മിണ്ടാണ്ടിരിക്കുകയാണ്. ഈ ഭാര്യയ്ക്ക് ഇതേ കാര്യം എപ്പോൾ വേണമെങ്കിലും പറയാമായിരുന്നു. കാരണം അവര് ദുഃഖിക്കാൻ തുടങ്ങി കാലം കുറേ ആയിരുന്നു. പക്ഷെ ഇപ്പോഴാണ് പറയുന്നത്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പറയുന്നത്. അതിന് കാരണം ഗുരു കാത്തിരിക്കുകയാണ്. ആ സാധനയിലൂടെ സാധകൻ ഉയരണം, അയാൾക്ക് പ്രാപ്തി ഉണ്ടാവണം, ഈശ്വര ദർശനത്തിനുള്ള പ്രാപ്തി ഉണ്ടാവണം. ആ പ്രാപ്തി ഉണ്ടാവുന്നത് വരെ കാത്തിരുന്നു. ആ കാത്തിരിപ്പ് കാണിക്കാനാണ് ഭാര്യയുടെ ഈ വർണ്ണന. അങ്ങനെ കാത്തിരുന്ന് അയാൾക്ക് ആ പ്രാപ്തി വന്നു എന്ന് ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടപ്പോൾ, ഗുരുവിന് ബോധ്യപ്പെട്ടപ്പോൾ ഭാര്യ അദ്ദേഹത്തോട് പറയുന്നു,
നനു ബ്രഹ്മൻ ഭഗവതഃ സഖാ സാക്ഷാത് ശ്രിയഃപതി ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വതർഷഭ തമുപൈഹി മഹാഭാഗ സാധൂനാം ച പരായണം ദാസ്യതി ദ്രവിണം ഭൂരി സീതത്തെ തേ കുടുംബിനെ ആസ്തേ അധുനാ ദ്വാരവത്യാം ഭോജവൃഷ്ണ്യന്ധകേശ്വര സ്മരതഃ പാദകമലം ആത്മാനമപി യച്ഛതി കിം ന്വർത്ഥകാമാൻ ഭജതോ നാത്യഭീഷ്ടാൻ ജഗദ്ഗുരു. വളരെ വലിയൊരു ഉപദേശമാണ് വാസ്തവത്തിൽ ഇത്. കഥയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കാര്യമായിട്ടേ തോന്നും. ഒരു ഭാര്യ ഭർത്താവിനോട് പോയി കുറച്ച് കാശ് വാങ്ങിച്ചിട്ട് വരുമെന്ന് പറയുന്ന പോലെ തോന്നും. പക്ഷെ ഇതിൽ ഒരുപാട് സൂക്ഷ്മമായ ഭാവമുണ്ട്. ഗുരു എന്ന ഭാവത്തിൽ ആ ഭാര്യയെ കണ്ടാൽ. അപ്പൊ ഇവിടെ പറയാണ്, സാക്ഷാത് ശ്രീയുടെ പതി, ലക്ഷ്മീപതിയായ നാരായണൻ, ആ വൈകുണ്ഠനാഥൻ, ആ ശ്രീകൃഷ്ണൻ അങ്ങയുടെ സഖാവാണ്. അങ്ങത് മറന്നു. ഗുരു ശിഷ്യനോട് ചോദിക്കുകയാണ്, മോനെ, നിന്റെ ഉള്ളിൽ സർവചരാചരങ്ങൾക്കും നാഥനായിരിക്കുന്നവൻ വസിക്കുന്നുണ്ട്, നീ അതറിയണം. അയാൾ അറിഞ്ഞിട്ടില്ല, അപ്പൊ അയാൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്, നീ അറിയണം. അതാണ്, നിനക്ക് ശ്രീയുടെ പതി സഖാവാണ്. അദ്ദേഹം ബ്രഹ്മണ്യനാണ്, ശരണ്യനാണ്. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മണ്യൻ, ബ്രഹ്മസ്വരൂപൻ എന്ന അർത്ഥമാണ് ഇവിടെ വരിക താത്വികമായി. അദ്ദേഹം ബ്രഹ്മസ്വരൂപം തന്നെയാണ്, ശ്രീയുടെ പതിയാണ്. എല്ലാ ഐശ്വര്യം, സാധകൻ ശ്രമിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവാനാണ്. എല്ലാ ഐശ്വര്യത്തിനും ഒരു പതിയുണ്ട്, ഒരു നാഥനുണ്ട്. ആ നാഥൻ നിന്റെ ഉള്ളിലാണ്. ആ നാഥൻ പരബ്രഹ്മ തത്വമാണ്. ആ നാഥൻ ശരണ്യനാണ്. അതായത് നീ ഐശ്വര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശരണം പ്രാപിക്കൂ എന്ന സൂചന അവിടെ നിന്ന് കിട്ടി. അദ്ദേഹം ഭഗവാനാണ്, ഭഗയുള്ളവനാണ്. 6 ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ട്. ഇപ്പൊ ജ്ഞാനം, വൈരാഗ്യം, യശസ്, ശ്രീ, കീർത്തി എന്ന് പറഞ്ഞ 6 ഗുണങ്ങളുണ്ട്. ആ 6 ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ട്. സാത്വതർഷഭ, യാദവന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണെന്നുള്ള അർത്ഥമുണ്ട്. ഇപ്പൊ സാത്വതർഷഭനാണ്, കാരണം കൃഷ്ണൻ യാദവന്മാരിൽ ശ്രേഷ്ഠനാണ്. സാത്വത ശബ്ദത്തിന് ഭക്തൻ എന്ന അർത്ഥമുണ്ട്. ഭക്തന്മാർക്ക് ആശ്രയമായിരിക്കുന്നവനാണ്. അപ്പൊ അദ്ദേഹം ശ്രീയുടെ പതിയാണ്. നീ ആഗ്രഹിക്കുന്നത് ശ്രീയാണ്, ഐശ്വര്യമാണ്. ഐശ്വര്യം കിട്ടണമെങ്കിൽ പരബ്രഹ്മത്തെ ആശ്രയിക്കണം. അദ്ദേഹം പരബ്രഹ്മമാണ്. അപ്പൊ പരബ്രഹ്മമാണ്, ശരണ്യനാണ്, ശരണം പ്രാപിക്കാൻ യോഗ്യനാണ്. പക്ഷെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ പറയുന്നു സാത്വദർശഭനാണ്. അദ്ദേഹം ഭക്തരുടെ ആശ്രയമാണ്, ഭക്തർക്ക് ആശ്രയം കൊടുക്കുന്നവനാണ്, ഭക്തരെ രക്ഷിക്കുന്നവനാണ്, ഭഗവാനുമാണ്. അദ്ദേഹത്തിന് ഭഗ ഉണ്ട്. ഈ 6 ഗുണങ്ങളുമാണ് നമ്മൾ ശ്രീ എന്ന രൂപത്തിൽ ഗ്രഹിക്കുന്നത്. ഐശ്വര്യമാണ് ഈ 6 ഗുണങ്ങളും. അപ്പൊ ഈ 6 ഗുണങ്ങളും അദ്ദേഹത്തിൽ നിന്നും നിനക്ക് ലഭിക്കും. കാരണം അത് അദ്ദേഹത്തിലുണ്ട്. കാരണം ഉള്ളവനല്ലേ കൊടുക്കാൻ പറ്റൂ. അദ്ദേഹം ഭക്തരിൽ വളരെയധികം താല്പര്യമുള്ളവനുമാണ്. അതുകൊണ്ട് സാത്വതർഷഭനാണ്. അപ്പൊ പോയാൽ കിട്ടും. നീ അകത്ത് ആശ്രയിച്ചാൽ നിനക്ക് കിട്ടും, അത് ഉറപ്പാണെന്ന് ഗുരു ഉറപ്പിക്കുകയാണ്. തമുപൈഹി മഹാഭാഗ സാധൂനാം ച പരായണം ദാസ്യതി ദ്രവിണം ഭൂരി സീതത്തെ തേ കുടുംബിനെ. കുടുംബമുള്ള നിനക്ക്, ഈ ലോകമാണ് കുടുംബം. അപ്പൊ ലോകത്തിലുള്ള നിനക്ക് എന്ന് താത്വികമായ അർത്ഥം. ഇവിടെ കഥയിൽ പറയുമ്പോൾ അങ്ങക്ക് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങ് പോയി ആശ്രയിച്ചാൽ അങ്ങക്ക് കിട്ടും. പക്ഷെ നമ്മളോട് പറയുമ്പോൾ, സാധകരോട് പറയുമ്പോൾ, നമ്മൾ ഈ ലോകത്തിലുള്ളവരാണ്, ലൗകികരാണ്. ലോകത്തിലുള്ളവരെല്ലാം ലൗകികരാണ്, ലോകത്തിൽ പെട്ടുപോയവരാണ്. അങ്ങനെയുള്ള നമുക്ക് ദുഃഖിക്കുകയാണ്. സീതത്തെ നമ്മൾ ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ പല പ്രശ്നങ്ങളും വന്ന് ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന നമുക്ക് അദ്ദേഹം ഭൂരി ദ്രവിണം ദാസ്യതി, ഒരുപാട് സമ്പത്ത് തരും, ഒരുപാട് ദ്രവ്യങ്ങളെ നൽകും. നമ്മൾ ഐശ്വര്യമാണ് ആഗ്രഹിക്കുന്നത്, ആ ഐശ്വര്യം മുഴുവൻ അദ്ദേഹം നൽകും. അസ്തേ അധുനാ ദ്വാരവത്യാം ഭോജവൃഷ്ണ്യന്ധകേശ്വര. ഇപ്പോൾ അദ്ദേഹം ദ്വാരാവതിയിലുണ്ട്, ദ്വാരകയിലുണ്ട്. ഏതാണ് ഈ ദ്വാരക? നമ്മുടെ തന്നെ ഹൃദയമാണ്. കടലിന് നടുവിലാണ് ഈ ദ്വാരക സ്ഥിതി ചെയ്യുന്നത്. കടല് മനസ്സിന്റെ പ്രതീകമാണ്. ആ മനസ്സിന്റെ നടുവിൽ എന്താ? ഹൃദയമാണ്. നമ്മുടെ കേന്ദ്രത്തിലുള്ള ബോധമാണ്. ആ ബോധമാണ് ഭഗവാൻ. അപ്പൊ ദ്വാരകയിൽ അദ്ദേഹം ഇപ്പോഴുണ്ട്. ഭാര്യ പറയാണ്, ഇപ്പോൾ ദ്വാരകയിൽ ചെന്ന് അദ്ദേഹത്തെ കാണാം. ഗുരു പറയാണ്, നിന്റെ അകത്ത്, നിന്റെ ഹൃദയത്തിൽ അദ്ദേഹം വസിക്കുന്നു. സ്മരത പാദകമലം ആത്മാനം അപി യച്ഛതി. എന്താ അദ്ദേഹത്തിന്റെ മഹത്വം? അദ്ദേഹത്തെ സ്മരിക്കുന്നവർക്ക്, അദ്ദേഹത്തിന്റെ പാദകമലത്തെ സ്മരിക്കുന്നവർക്ക് ആത്മാവിനെ തന്നെ അദ്ദേഹം കൊടുക്കും, തന്നെ തന്നെ കൊടുക്കും. ഭഗവാനെ ആശ്രയിച്ചാലുള്ള ഏറ്റവും വലിയ ഫലം എന്താ? ഭഗവത് അനുഭൂതി, ഭഗവത് സാക്ഷാത്കാരം, ഭഗവത് ലയം. ഭക്തനും ഭഗവാനും ഒന്നായി ഭവിക്കും. അവൻ മുക്തനായി. പിന്നെ ലോകം എന്ന ബന്ധം പോലും അവനില്ല. അപ്പൊ ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഭഗവാൻ ഭഗവാനെ തന്നെ കൊടുക്കും, അവരെ ഭഗവാനാക്കി മാറ്റും എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു.
കിം അർത്ഥകാമാൻ ഭജതോ നാത്യഭീഷ്ടാൻ ജഗദ്ഗുരു. അദ്ദേഹം ജഗത്തിനു മുഴുവൻ ഗുരുവാണ്. അങ്ങനെയുള്ളവൻ തന്നെ കൊടുക്കുമെങ്കിൽ പിന്നെ ആഗ്രഹിക്കത്തക്കതല്ലാതായിട്ടുള്ള ഈ അർത്ഥകാമങ്ങളെ അദ്ദേഹം കൊടുക്കില്ലേ? അതായത് ലൗകികമായ സുഖമാണ്. ഈ ഐശ്വര്യം എന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിന് വളരെ തുച്ഛമാണ്. ഭക്തന് തന്നെ കൊടുക്കുന്നവൻ, ഭക്തൻ വന്ന് ചോദിച്ചാൽ ഈ ഐശ്വര്യം കൊടുക്കാതിരിക്കും. അപ്പൊ അദ്ദേഹത്തെ ആശ്രയിച്ചാൽ നിനക്ക് അദ്ദേഹത്തിനെ തന്നെ നൽകും, നിനക്ക് പരമഗതി കിട്ടും, അതോടൊപ്പം തന്നെ നിനക്ക് ഐശ്വര്യവും കിട്ടും. അത് ഉറപ്പാണെന്ന് ഗുരു ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. അപ്പൊ ഇങ്ങനെ നമുക്ക് ആദ്യം സാധകന്റെ ഭാഗം പറഞ്ഞു, പിന്നെ ഗുരുവിന്റെ ഭാഗം പറഞ്ഞു. ഗുരു നൽകുന്ന ഉപദേശം നമുക്കിവിടെ കിട്ടും. അപ്പൊ കുറേ കാലം സാധന ചെയ്യണം. അത് കഴിഞ്ഞാൽ ഗുരു ഉപദേശിക്കും. ആശ്രയിക്കേണ്ട ഒരാളുണ്ട്. കാരണം ഭഗവാന്റെ അടുത്ത് പോകണമെങ്കിൽ നമുക്കൊരു യോഗ്യത വേണം. അപ്പൊ ദ്വാരകയിലേക്ക് പോകണമെങ്കിൽ ഒരു യോഗ്യത വേണം എന്ന് പറയുന്ന പോലെ അകത്തേക്ക് പോകണമെങ്കിൽ യോഗ്യത വേണം. അതിന് നമ്മുടെ മനസ്സും ബുദ്ധിയും ഒക്കെ പാകപ്പെടണം, ഇന്ദ്രിയങ്ങളൊക്കെ പാകപ്പെടണം. അപ്പൊ കുറേ കാലം സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ആ സാധന ചെയ്ത് നമ്മൾ അതിനു വേണ്ടുന്ന ശുദ്ധിയെ നേടണം. അതുകൊണ്ടാണ് സ്വധർമ്മത്തിന് ഇത്രയും പ്രസക്തി കൊടുക്കുന്നത്. കാരണം നമ്മുടെ വാസനകൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ വാസനയുടെ ബലം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ശാന്തമായി വരികയാണ്. നേരെ മറിച്ച് നമ്മൾ വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഉള്ളിൽ കൂടുതൽ പ്രക്ഷുബ്ധമാവും, കൂടുതൽ വാസനകൾ ഉണ്ടാവും, കൂടുതൽ ജന്മങ്ങൾ ഉണ്ടാവും. എന്നാൽ നമ്മൾ വാസനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉള്ളിൽ ശാന്തമാവും. അങ്ങനെ ശാന്തമായ സമയത്ത് ബുദ്ധിക്ക് തെളിമ വരും. അങ്ങനെയുള്ള ബുദ്ധിക്ക് സാധന, അതായത് ഈശ്വരന്റെ അടുത്തേക്ക് തിരിയാൻ പറ്റും. അപ്പൊ ആ യോഗ്യതയെല്ലാം സമ്പാദിച്ചു കഴിയുമ്പോൾ നമ്മൾ യോഗ്യരായി എന്ന് മനസ്സിലാക്കുമ്പോൾ ഗുരു വഴി പറഞ്ഞു തരികയാണ്. ഹൃദയത്തിലുണ്ട്, പുറത്തെവിടെയുമല്ല, അകത്ത് തന്നെയുണ്ട്. അവിടെ പോയി ആ ദ്വാരകയിൽ പോയി കണ്ടാലും എന്ന് പറയുകയാണ്. അപ്പോ ഇവിടെ കുചേലൻ ഇനി ഭാര്യയോട് ചോദിക്കാൻ പോകുന്നു. ഭാര്യയുടെ പറഞ്ഞ കാര്യം അദ്ദേഹം സ്വീകരിച്ചു. ഇവിടെ തന്നെ പറയുന്ന ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. സ ഏവം ഭാര്യയാ വിപ്രോ ബഹുശ പ്രാർത്ഥിതോ മുഹു അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശനം. അദ്ദേഹം ഭാര്യ ബഹുശ പ്രാർത്ഥിത, വീണ്ടും ഭാര്യ ഒരുപാട് തവണ ഇങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശനം. ഉത്തമ ശ്ലോകൻ, ഭഗവാൻ ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്നവൻ, ഏറ്റവും വലിയ സ്തുതിയായിരിക്കുന്നവൻ, എല്ലാവർക്കും മംഗളത്തെ പ്രദാനം ചെയ്യുന്നവൻ, അങ്ങനെയുള്ള ഉത്തമ ശ്ലോകന്റെ ദർശനം തന്നെയാണ് ഏറ്റവും വലിയ ലാഭം എന്ന് അയാൾ മനസ്സിലാക്കി. ഗുരു പറഞ്ഞ ഉടനെ ഗ്രഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഗുരു പറഞ്ഞത് മനനം ചെയ്ത് മനസ്സിലാക്കും. ശരിയാണ്, ആ ഈശ്വരനെ പ്രാപിച്ചാൽ എനിക്കെല്ലാമായി. ഞാൻ ഐശ്വര്യം തേടിയാണ് വന്നത്, ഐശ്വര്യത്തിന് വേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷെ ഐശ്വര്യത്തെക്കാൾ വലുതാണ് ഈശ്വരൻ. കാരണം ഈശ്വരൻ ഉള്ളതാണ് ഐശ്വര്യം. അപ്പൊ ഈശ്വരനെ കിട്ടിയാൽ ഐശ്വര്യവും കിട്ടും. അപ്പോ ഏറ്റവും വലിയ ലാഭം ഉത്തമ ശ്ലോക ദർശനം തന്നെയാണ്, ആ ഭഗവത് ദർശനം തന്നെയാണ് ഏറ്റവും വലിയ ലാഭം എന്ന് സാധകൻ മനസ്സിലാക്കി. ഭാര്യയുടെ വാക്ക് കേട്ട് കുചേലൻ മനസ്സിലാക്കിയെന്നും ഗുരുവിന്റെ വാക്ക് കേട്ട് സാധകൻ മനസ്സിലാക്കി. ഇതി സഞ്ചിന്യ മനസാ ഗമനായ മതിം ദധേ അപ്യസ്ത്യുപായനം കിഞ്ചിത് ഗൃഹേ കല്യാണി ദീയതാം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ തീരുമാനിച്ചു. ഗമനായ മതിം ദധേ, പോകാമെന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു. എന്തായാലും ഭഗവാന്റെ അടുത്തേക്ക് പോകാം. അപ്പൊ കുചേലൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാമെന്ന് തീരുമാനിച്ചു. സാധകൻ അകത്തേക്ക് തിരിയാം, അന്തർമുഖനാകാം എന്ന്. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന അമ്മയ്ക്ക് 2 പേരുകളുണ്ട് ലളിതാ സഹസ്രനാമത്തിൽ. അത് ഈ തത്വത്തെ പറയാനാണ്. അകത്ത് പോയാലേ കിട്ടൂ, പുറത്തു പോയവർക്ക് കിട്ടില്ല. അപ്പൊ അകത്തേക്ക് പോകാൻ ആ സാധകൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറയാണ്, എന്തെങ്കിലും ഒന്ന് നൽകൂ, വീട്ടിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നൽകൂ. ഞാൻ അദ്ദേഹത്തിന് പോയി കാഴ്ച വെക്കണ്ടേ, എന്തെങ്കിലും കൊടുക്കണ്ടേ, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഗൃഹേ കിഞ്ചിത് അസ്തി, അതെനിക്ക് തന്നാലും. അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാൻ ഞാൻ ഭഗവാന് പോയിട്ട് എന്താണ് കൊടുക്കേണ്ടതെന്ന് സാധകൻ അറിയില്ല. സാധകൻ ഗുരുവിനോട് പറയാണ്, എന്തെങ്കിലും എനിക്ക് തരൂ, ഞാൻ എന്താണോ ഭഗവാന് കൊടുക്കേണ്ടത് അത് എനിക്ക് കാണിച്ചു തന്നാലും അത് ഞാൻ കൊണ്ടുപോയി അദ്ദേഹത്തിന് സമർപ്പിക്കട്ടെ എന്ന് സാധകൻ ചോദിക്കുകയാണ്. അപ്പോ യാചിത്വാ ചതുരോ മുഷ്ടീൻ വിപ്രാൻ പൃഥുക തണ്ടുലാൻ ചൈലഖണ്ഡേന താൻ ബദ്ധ്വാ ഭർത്രേ പ്രാദാദുപായനം. അപ്പൊ ഭാര്യ എന്താ ചെയ്തത്? അവര് അടുത്തുള്ള വിപ്രന്മാരുടെ അടുത്ത് പോയിട്ട് യാചിച്ചിട്ട് 4 പിടി അവില് കൊണ്ടുവന്നു. ആ അവിലിനെ ഒരു തുണിയിൽ കെട്ടി കുചേല ബ്രാഹ്മണന് കൊടുത്തു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്താ ഭഗവാന് കൊടുക്കേണ്ടതെന്ന് തരുമെന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിലൊന്നുമില്ല. അപ്പൊ പുറത്തു പോയി ബ്രാഹ്മണന്മാരോട് യാചിച്ച് 4 പിടി അവില് കൊണ്ടുവന്ന് ഒരു തുണിയിൽ കെട്ടി ഒരു കിഴിയാക്കി അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ ഇവിടെ അവില് എന്താണ്? നമ്മുടെ കർമ്മം തന്നെയാണ് അവില്. നമ്മൾ ഇവിടെ ജനിച്ച് നമ്മൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു.
ഈ പ്രവർത്തിക്കുന്നതൊക്കെ എനിക്ക് വേണ്ടിയാണെന്നുള്ള ഭാവത്തിലാണ് നമ്മൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ അങ്ങനെ പ്രവർത്തിച്ച് നമ്മൾ അറിയാണ് നമ്മുടെ ഉള്ളിൽ ഒരാളുണ്ട്, ദ്വാരകയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, അയാൾ എല്ലാം നിയന്ത്രിക്കുന്നു, അയാളിൽ നിന്നാണ് എല്ലാ ഐശ്വര്യവും ഉണ്ടാവുന്നത്, അയാളാണ് പരമമായ ആശ്രയം. ഇങ്ങനെ അറിഞ്ഞ് നമ്മൾ അറിയുകയാണ് ഈ കർമ്മമൊക്കെ ചെയ്യുന്നത് വാസ്തവത്തിൽ അദ്ദേഹത്തെ ലഭിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിലേക്ക് എത്താനാണ് ഞാൻ ഈ സംസാരത്തിലേക്ക് വന്നത് തന്നെ. എൻ്റെ പരമമായ ലക്ഷ്യം അതാണ്. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ അദ്ദേഹത്തിനുള്ളതാണ്. ഇതം ന മമ എന്ന് പറഞ്ഞുകൊണ്ടുള്ള, ഇത് എൻ്റെ അല്ല, ഇത് അദ്ദേഹത്തിൻ്റെ ആണെന്നുള്ള ബോധം, അതാണ് യജ്ഞം. അപ്പൊ യജ്ഞമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യജ്ഞം എന്ന് പറഞ്ഞാൽ കർമ്മസമർപ്പണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിൽ പൊതി കൊണ്ടുവന്നു, അവിൽ കിഴി കൊടുത്തു എന്ന് പറഞ്ഞാൽ നിന്റെ കർമ്മത്തെ തന്നെയാണ് നീ ഭഗവാന് കൊടുക്കേണ്ടത്. നിന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. ആ കർമ്മം ഭഗവാനുള്ളതാണെന്ന് പറഞ്ഞത് ഭഗവാനെ സമർപ്പിക്കൂ എന്ന പാഠം ഗുരു ഉപദേശിച്ചു കൊടുത്തു. ശിഷ്യനത് മനസ്സിലായി. അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ കഥ പറയുന്നു. അദ്ദേഹം നടന്ന് ദ്വാരകയിലെത്തി. ചില കഥകളിലൊക്കെ വഞ്ചിയിൽ സഞ്ചരിച്ചു, കാരണം ദ്വാരക കടലിന് നടുവിലാണ്. അപ്പോൾ വഞ്ചിയിൽ സഞ്ചരിച്ചു എന്നൊക്കെ ചില കഥയിൽ, ഭാഗവതത്തിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. അദ്ദേഹം നടന്നു, കുറേ ഗാർഡ്സ് ഉള്ള ഭാഗം കണ്ടു, അത് കടന്നുപോയി. പിന്നെ അന്ധകന്മാരും വൃഷ്ണികളും ഒക്കെ താമസിക്കുന്ന ഒരുപാട് കൊട്ടാരങ്ങൾക്ക് നടുവിൽ 16,008 ഗൃഹങ്ങളെ കണ്ടു. അതിൽ ഭഗവാൻ ഇരിക്കുന്ന എല്ലാ ഗൃഹങ്ങളും ഒരുപോലെ ശ്രേഷ്ഠമാണ്. അതിൽ ഭഗവാൻ ഇരിക്കുന്ന ഒരു ഗൃഹത്തിലേക്ക് കുചേലൻ പ്രവേശിച്ചു എന്ന് പറയണം. അപ്പൊ നമ്മുടെ സാധകൻ ഉള്ളിലേക്ക് യാത്ര ചെയ്ത് ഭഗവാൻ ഇരിക്കുന്ന ഗൃഹത്തിലേക്ക്, ആ ഹൃദയ ഗുഹത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിന് പ്രവേശം ലഭിച്ചു. സാധനയുടെ ഉയർച്ചയിലൂടെ അദ്ദേഹത്തിന് അത് സാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് ഏത് ഗൃഹമാണെന്ന് ഭാഗവതം പറയുന്നുണ്ട്. അത് രുക്മിണിയുടെ ഗൃഹമാണ്. നേരെയല്ല പറയുന്നത്. ആദ്യം തന്നെ പറയുന്നത് അവിടെ ശ്രീ ഉണ്ടെന്ന് പറയുന്നു, പിന്നീട് ശ്രീ വീശി കൊടുത്തു എന്ന് പറയുന്നു, പിന്നീട് ശ്രീ കൈ പിടിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പൊ ശ്രീ ആണെന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവി രുക്മിണിയാണ്. ഭൂമി തത്വമാണ് സത്യഭാമ, ലക്ഷ്മി തത്വമാണ് രുക്മിണി. അപ്പൊ കൃഷ്ണന്റെ അടുത്ത് രുക്മിണി ഉണ്ടായിരുന്നു. രുക്മിണിയുടെ വീട്ടിലേക്കാണ് സുദാമാവ് ചെന്നത്, ഈ കുചേലൻ ചെന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അകത്ത് ഈശ്വരൻ ഉള്ളിടത്ത് ഐശ്വര്യം ഉണ്ടാവും. കാരണം ഈശ്വരൻ ഉള്ളതാണ് ഐശ്വര്യം. അപ്പൊ ഈശ്വരനും ഐശ്വര്യവും ഉള്ള ഗൃഹത്തിലേക്ക്, ആ ഹൃദയത്തിലേക്ക്, അകത്തുള്ള ആ ചൈതന്യത്തിലേക്ക് സാധകൻ ചെന്നു. അങ്ങനെ ചെന്നു കഴിഞ്ഞ് ആ സാധകൻ ഭഗവാൻ അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഭാഗമൊക്കെ ആ ഒരു ഭക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി വളരെ നന്നായിട്ടാണ് വ്യാസർ വർണ്ണിച്ചിട്ടുള്ളത്. ഇരുന്ന് ദൂരേന്ന് കാണുന്നു, കണ്ട ഉടനെ തന്നെ മനസ്സിലായി ആരാണെന്ന്. ചാടി എണീറ്റ് ഓടിപ്പോകുന്നു, കെട്ടിപ്പിടിക്കുന്നു. ആ കെട്ടിപ്പിടിക്കുന്നതൊക്കെ അവിടെ ഉള്ള ആൾക്കാരൊക്കെ അതിശയിച്ച് നോക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് വസ്ത്രമൊന്നും അധികമില്ല, ഒരു മുണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരുപാട് യാത്ര ചെയ്ത് വന്നതുകൊണ്ട് പൊടിയൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ മലിനമാണ് അദ്ദേഹം. ആ പൊടിയൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഭഗവാനാണെങ്കിൽ വളരെ ശുദ്ധനായി ഇങ്ങനെ തിളങ്ങി നിൽക്കണം. പക്ഷെ അദ്ദേഹം അതൊന്നും ചിന്തിക്കുന്നില്ല. ആ പൊടിയൊന്നും എനിക്ക് വിഷയമല്ല എന്ന് പറഞ്ഞ് തൻ്റെ ഭക്തനെ കെട്ടിപ്പിടിക്കാൻ. കാരണം താൻ തന്നെയാണ് തൻ്റെ ഭക്തൻ. ഭഗവാൻ എല്ലാവരും താൻ തന്നെയാണ്. ഭഗവാൻ ആത്മദർശനമാണ് നമ്മളെയൊക്കെ കാണുമ്പോൾ. നമുക്കാണ് ഭേദബുദ്ധിയുള്ളത്. അപ്പൊ ഭഗവാൻ തന്നെ ആലിംഗനം ചെയ്യുന്ന പോലെ അദ്ദേഹത്തെ അങ്ങോട്ട് വാരി പുണർന്നു. അപ്പൊ എല്ലാവരും ആശ്ചര്യപ്പെടാൻ, എന്തൊരു ഭാഗ്യമാണ് ഈ ഭക്തന്. ആരാണ് ഈ ദ്വിജശ്രേഷ്ഠൻ? കാരണം കണ്ടു കഴിഞ്ഞാൽ അതും അദ്ദേഹത്തെ വർണ്ണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഞരമ്പൊക്കെ നന്നായി കാണാനുണ്ടെന്നാണ് പറയുന്നത്. അത്രയും മെലിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ദരിദ്രനാണ്, വസ്ത്രം കുറവാണ്, അതുകൊണ്ട് ദരിദ്രനാണ്, ദേഹമാസകലം പൊടി പറ്റിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയെ ഇത്രയും ആദരിച്ച് കെട്ടിപ്പിടിക്കണമെങ്കിൽ അയാളുടെ ഭാഗ്യം എന്തായിരിക്കും എന്ന് പറഞ്ഞ് അവരൊക്കെ മനസ്സുകൊണ്ട് ഈ കുചേല ബ്രാഹ്മണനെ നമസ്കരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവന്നിരുത്തി അദ്ദേഹത്തിന്റെ കാല് കഴുകിച്ചു കൊടുത്തു. ശ്രീദേവി രുക്മിണി വീശി കൊടുക്കുന്നു. എന്നിട്ട് കാല് കഴുകി ഭഗവാൻ സ്വന്തം തലയിൽ തെളിച്ചു എന്ന് വരെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടത് ഭക്ഷണമൊക്കെ കൊടുത്ത് അദ്ദേഹവുമായി സംവദിക്കുകയാണ് കൃഷ്ണൻ. അപ്പൊ ഇവിടെ സാധകൻ എന്താ ചെയ്തത്? സാധകൻ ഭഗവാന്റെ അടുത്ത് വന്ന് ഇരുന്നു. ഐശ്വര്യം ആഗ്രഹിക്കുന്ന ആള് ഭഗവാൻ എവിടെയാണെന്ന് മനസ്സിലാക്കി ഭഗവാന്റെ അടുത്ത് വന്നിരുന്നു. ഈ അടുത്ത് വന്നിരിക്കുന്നതിന് സംസ്കൃതത്തിൽ ഒരു വാക്കുണ്ട്, ഉപാസന. ഉപ എന്നാൽ അടുത്ത്, ആസനം എന്നാൽ ഇരിക്കുക. അപ്പൊ അടുത്ത് വന്നിരിക്കലാണ് ഉപാസന. നമ്മൾ ഭഗവാന്റെ അടുത്ത് ചെന്നിരിക്കണം. അപ്പൊ നമ്മൾ ബാഹ്യമായി ചിന്തിക്കുമ്പോൾ ഒരു വിഗ്രഹം വെച്ച് അതിന്റെ മുമ്പിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. അതും ഒരർത്ഥത്തിൽ ഉപാസനയാണ്, പക്ഷെ അത് ബാഹ്യമാണ്. യഥാർത്ഥ ഉപാസന, കാരണം യഥാർത്ഥത്തിൽ ഭഗവാൻ ഉള്ളത് പുറത്തല്ല, അകത്ത് തന്നെയാണ്. അപ്പൊ നമ്മൾ അകത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം വിഷയത്തിൽ നിന്ന് പിൻവലിച്ചു, മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ നിന്നും പിൻവലിച്ചു, ബുദ്ധിയെ മനസ്സിൽ നിന്നും പിൻവലിച്ചു, ആ ബുദ്ധിയെ ഭഗവാനിലേക്ക് തിരിച്ചു. അതാണ് ഉപാസന. അപ്പൊ നമ്മൾ അടുത്തിരിക്കുകയാണ്. സാധകൻ ചെയ്യേണ്ടത് എന്താ? ഉപാസനയാണ്. അതുകൊണ്ടാണ് കുചേലൻ ദ്വാരകയിൽ വന്ന് ഭഗവാന്റെ അടുത്തിരുന്നു, ഉപാസന നടത്തി.
അങ്ങനെ ഉപാസന ഉണ്ടാകുമ്പോഴാണ് ഭഗവാൻ എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുക. അപ്പൊ അവിടെ ഭഗവാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത് കൃഷ്ണന്റെ ഉപദേശമാണ് ആദ്യം തന്നെ. ശരിക്കും നമ്മളത് കഥ കേൾക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴും അവിടെ ഉപദേശമുണ്ട്. അദ്ദേഹം പറയുന്നത് സവൈ സത്കർമ്മണാം സാക്ഷാത് ദ്വിജാതേരിഹ സംഭവ ആദ്യോംഗ യഥാശ്രമിനാം യഥാഹം ജ്ഞാനദോ ഗുരു. ഇവിടെ ഒരു വ്യക്തിക്ക് 3 ഗുരു ഉണ്ടെന്ന് ഭഗവാൻ പറയാണ്. ഗുരുവിന്റെ മാഹാത്മ്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം എന്നെ അറിയണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, അത് ഗുരുവിന്റെ വാക്ക് ശ്രവിക്കാണ്. കുചേലന് ഇനി ഉണ്ടാകാൻ പോകുന്ന അഭിവൃദ്ധിക്കൊക്കെ കാരണം അദ്ദേഹം ഭാര്യയുടെ വാക്കനുസരിച്ചു. ഭാര്യ ഭഗവാനെ കാണാൻ പറഞ്ഞു, അദ്ദേഹം ഭഗവാനെ കാണാൻ വന്നു. സൂക്ഷ്മമായി നോക്കിയാൽ സാധകൻ ഇനി ഉണ്ടാകാൻ പോകുന്ന എല്ലാ അഭിവൃദ്ധിക്കും കാരണം ഗുരുവിന്റെ വാക്ക് ശ്രവിച്ചു. അപ്പൊ ഇവിടെ ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയാണ് 3 ഗുരുക്കന്മാരുണ്ട്. നമുക്ക് ഈ ദേഹം തന്നവരാണ് നമ്മുടെ ആദ്യത്തെ ഗുരുക്കന്മാർ, മാതാവ് പിതാവ്. അവരുള്ളത് കൊണ്ട് നമുക്ക് ഈ ദേഹം കിട്ടി. അപ്പൊ അത് അവർ ആദ്യത്തെ ഗുരുവാണ്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ധർമ്മം എന്താണ്, എങ്ങനെയാണ് നമ്മൾ വ്യവഹരിക്കേണ്ടത്, സംസ്കാരങ്ങളൊക്കെ നമുക്ക് പകർന്നു നൽകുന്ന, ലൗകികമായ അറിവുകൾ നൽകുന്ന അങ്ങനെ ഒരു ഗുരുവുണ്ട്. അതാണ് രണ്ടാമത്തെ ഗുരു. നമ്മൾ ഇന്ന് കാലത്ത് പറഞ്ഞ ടീച്ചർ, ആചാര്യൻ എന്നൊക്കെ പറയുന്നത് അത് ഗുരു. മൂന്നാമത്തെ ഗുരു ഇതിനൊക്കെ ഉപരിയുള്ള ബോധത്തെ, അതായത് ഈശ്വരനെ നൽകുന്നവനാണ്. അവൻ ഏറ്റവും ശ്രേഷ്ഠനാണ്. ആ ഗുരു ഞാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാനിലേക്ക് നയിക്കുന്ന ഗുരു, അതാണ് ഉത്തമ ഗുരു. ആ ഉത്തമ ഗുരു ഞാൻ തന്നെയാണ്. ആ ഗുരുവിലും എന്നിലും ഭേദം കൽപ്പിക്കാൻ പാടില്ല. കാരണം ഗുരു പറയുന്ന വഴിയിലൂടെ നടക്കണമെങ്കിൽ ഗുരുവിൽ വിശ്വാസമുണ്ടാവണം. ശ്രദ്ധ എന്നതിന് വ്യാഖ്യാനം കൊടുക്കുമ്പോൾ, ഭാഷ്യം ചമയ്ക്കുമ്പോൾ ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്, ഗുരു വേദാന്ത വാക്യേഷു വിശ്വാസഃ. ഗുരുവിൽ വിശ്വാസമുണ്ടാവണം. ഗുരുവിനെ ഈശ്വരനായി കാണണം. ഗുരുവിനെ ഈശ്വരനായി കാണാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാലിൽ പോയിട്ട് ഇങ്ങനെ പൂവിട്ട് പൂജിക്കുക എന്നുള്ള അർത്ഥമല്ല. ഗുരുവിനെ അനുസരിക്കണം. ഗുരുവിനെ അനുസരിച്ചാൽ മാത്രമേ നമുക്ക് ഉയർച്ചയുണ്ടാവൂ. ഗുരുവിനെ അനുസരിക്കണമെങ്കിൽ ഗുരു പറയുന്നത് സത്യമാണെന്നുള്ള ബോധമുണ്ടാവണം. അപ്പൊ ആ ഗുരു ഞാൻ തന്നെയാണ്. കാരണം ആ ഗുരു എന്നെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഗുരുവിന്റെ മഹിമ പറയുമ്പോൾ ഗുരു എങ്ങനെയുള്ളവനായിരിക്കണം എന്നും സൂചിപ്പിക്കുന്നു. സാധകന് വഴി തെറ്റാതിരിക്കണമെങ്കിൽ ഗുരുവിന്റെ മഹിമ മനസ്സിലാക്കണം. നല്ല ഗുരുവിനെ കിട്ടിയാലേ രക്ഷയുള്ളൂ. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും കലിയുഗത്തിൽ ഗുരുക്കന്മാരെക്കാൾ കൂടുതൽ ഗുരുക്കന്മാർ ചമയുന്നവരാണ്. പബ്ലിസിറ്റി നടത്തി പ്രശസ്തരായി ഗുരുക്കന്മാരാകുന്നവരാണ്. അവരിൽ പലർക്കും ശാസ്ത്രബോധം പോലും ഉണ്ടാവില്ല, ഭഗവത് ഭക്തി ഉണ്ടാവില്ല, അനുഭൂതിയൊക്കെ വളരെ ദൂരെയാണ്. അപ്പോൾ അന്ധേനേവ നിയമാന യഥാന്ത എന്ന് ഉപനിഷത്ത് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. കണ്ണ് കാണാത്തവൻ മറ്റു കണ്ണ് കാണാത്തവന്മാരെ നയിക്കുന്ന പോലത്തെ അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല ഗുരു ലഭിക്കണം. അപ്പൊ ആ നല്ല ഗുരുവിന്റെ ലക്ഷണം കൂടി പറയാണ് ഇവിടെ. ആ ഗുരു എന്നെ അറിഞ്ഞവനായിരിക്കണം. ആ ഗുരു ഞാൻ തന്നെ ആയിരിക്കണം. കാരണം ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാനെ അറിഞ്ഞവൻ ഭഗവാന്റെ അനുഭൂതിയിലിരിക്കുന്നു, അവനാണ് യഥാർത്ഥ ഗുരു. അപ്പൊ ആ ഗുരുവിനെ ഞാനായി കാണണം എന്ന് പറയുമ്പോൾ ശിഷ്യന്റെ പെർസ്പെക്റ്റീവിൽ ആ ഗുരുവിൽ ഈശ്വരത്വം കൽപ്പിച്ച് ഗുരുവിനെ ഉപാസിക്കണം. ഗുരുവിനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ഗുരു പറയുന്നതെല്ലാം അനുസരിക്കണം. നല്ല അച്ചടക്കത്തോടു കൂടി അനുസരണയോടുകൂടി ഗുരുവിന്റെ അടുത്തിരിക്കണം. അതുപോലെ അത്രയും ഗുണമുള്ളവനെ ആയിരിക്കണം, എന്നെ അറിഞ്ഞ് ഞാനായി ഭവിച്ചവനെ ആയിരിക്കണം ഗുരുവായി സ്വീകരിക്കേണ്ടതെന്ന ഉപദേശവും അവിടെ കൊടുത്തു. നൻവർത്ഥ കോവിദ ബ്രഹ്മൻ വർണ്ണാശ്രമവതാമിഹ യേ മയാ ഗുരുനാ വാച തരന്ത്യഞ്ജോ ഭവാർണവം. ഈ ലോകത്തിലുള്ള ആൾക്കാര് ഗുരുനാ വാച, ഗുരുവിന്റെ വാക്കാകുന്ന, എങ്ങനത്തെ ഞാനാകുന്ന ഗുരുവിന്റെ വാക്കാകുന്നതിലൂടെ പെട്ടെന്ന് തന്നെ തരന്തി ഭവാർണവം, സംസാര സാഗരത്തെ പെട്ടെന്ന് തരണം ചെയ്യുന്നു. എന്നെ ലഭിച്ചാലാണ് സംസാര സാഗരം തരണം ചെയ്യാം. എന്നെ ലഭിക്കണമെങ്കിൽ എൻ്റെ വാക്ക് ശ്രവിക്കണം. എന്നെ നേരിട്ട് കേൾക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. അപ്പൊ അവരെന്തിനു ചെയ്യണം? എന്നെ അറിഞ്ഞിട്ടുള്ള, ഞാനായി ഭവിച്ചിട്ടുള്ള ഗുരുവിനെ സമീപിക്കണം. അങ്ങനെ ഗുരുവിനെ സമീപിച്ച് നമ്മൾ ഗുരുവിൽ ശരണാഗതരാകുമ്പോൾ ആ ഗുരുവിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമായി. ഇദ്ദേഹം യോഗ്യനാണെന്ന് ആദ്യം ബോധ്യപ്പെടണം. പണ്ട് കാലത്തൊക്കെ ഗുരുകുലത്തിൽ ചെന്ന ഉടനെ ദീക്ഷയൊന്നും കിട്ടില്ല. ഗുരുകുലത്തിൽ ചെന്ന് വാസമാണ്, കുറേ കാലം വസിക്കും. അപ്പൊ മിക്കവാറും ആ ഗുരു ആശ്രമത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുകയായിരിക്കും പണി. വിദ്യ ഒന്നും കാര്യമായിട്ട് ആ സമയത്ത് ആർജിക്കില്ല. അപ്പോൾ അവിടെ അടുക്കളയിലെ കാര്യം നോക്കുക, വിറകിന്റെ കാര്യം നോക്കുക, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇരിക്കുക. ആ ഇരിക്കുന്ന കാലം എന്തിനാ? ശിഷ്യൻ ഗുരുവിനെ മനസ്സിലാക്കുകയും ഗുരു ശിഷ്യനെ മനസ്സിലാക്കുകയുമാണ് ചെയ്യുക. അങ്ങനെ കുറേ കാലം പരസ്പരം മനസ്സിലാക്കി യോഗ്യനായ ശിഷ്യനാണെന്ന് ഗുരുവിനും ബോധ്യപ്പെടണം, യോഗ്യനായ ഗുരുവാണെന്ന് ശിഷ്യനും ബോധ്യപ്പെടണം. അങ്ങനെ പരസ്പരം ബോധിച്ചു കഴിഞ്ഞിട്ടാണ് ശിഷ്യനാകുന്നത് തന്നെ. ഗുരു ശിഷ്യത്വം കൊടുക്കുന്നതും ശിഷ്യൻ ഗുരുത്വം കൊടുക്കുന്നതും ആ സമയത്താണ്. കാരണം ശിഷ്യൻ വരിച്ചാലാണ് അയാൾ ഗുരു, അതല്ലെങ്കിൽ അയാൾ സാധാരണ സത്യം അറിഞ്ഞവനാണ്. അപ്പൊ ശിഷ്യൻ വരിക്കുമ്പോൾ അയാൾ ഗുരുവായി.
അതുപോലെ ഗുരു സ്വീകരിക്കുമ്പോൾ അയാൾ ശിഷ്യനായി. അപ്പോൾ ഒരുപാട് കാലം വ്യക്തിയെ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം ഗുരുവിനെ സ്വീകരിക്കാൻ. ആ ഗുരു എന്നെ അറിഞ്ഞവനായിരിക്കണം, ഞാനായി ഭവിച്ചവനായിരിക്കണം. അങ്ങനെയുള്ള ഗുരുവിനെ നീ അനുസരിച്ചാൽ, ആ ഗുരുവിന്റെ വാക്ക് എൻ്റെ വാക്കാണെന്ന് മനസ്സിലാക്കി, പരമവാക്കാണെന്ന് മനസ്സിലാക്കി, നിനക്ക് ഭവാർണവത്തെ പെട്ടെന്ന് തന്നെ തരണം ചെയ്യാൻ പറ്റുമെന്ന് സാധകന് ഭഗവാൻ ഉപദേശിക്കുകയാണ്. കുചേലനോട് ഗുരുവിന്റെ മഹിമ പറയാൻ പോകുന്ന ഭഗവാൻ പറയുകയുമാണ്. കാരണം ഗുരുകുലത്തിലാണല്ലോ ഇവർ ആദ്യം കണ്ടുമുട്ടുന്നത്. അപ്പൊ ഗുരുകുലത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ കഥയായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ അങ്ങനെ ഗുരുവിന്റെ മഹിമ ഓർക്കും, ആ ഗുരുവിന് ഓർമ്മയില്ല എന്ന് പറയുന്ന പോലെ പറഞ്ഞുകൊണ്ട് ഈ ഒരു സൂക്ഷ്മമായ തത്വം അവിടെ പറഞ്ഞു തരിക. നാഹമിജ്ജ പ്രജാതിഭ്യാം തപസോപശമേന വാ തുഷ്യേയം സർവഭൂതാത്മാ ഗുരു ശുശ്രൂഷയാ യഥാ. ഇജ്ജ പ്രജാതിഭ്യാം, ഇജ്ജ എന്ന് പറഞ്ഞാൽ യാഗം, പ്രജാതി എന്ന് പറഞ്ഞാൽ ഉയർന്ന ജന്മം. ഇപ്പൊ നമ്മള് ഇവിടെ നേരത്തെ വർണ്ണം, ബ്രാഹ്മണ ശബ്ദം കൊണ്ട് വർണ്ണമാണെന്ന് പറഞ്ഞു. ജാതി വ്യവസ്ഥയിലേക്ക് വന്ന് പതിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരാൾ ഉയർന്നവൻ, മറ്റാൾ താഴ്ന്നവൻ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയായി. അതിൻ്റെ പേരിൽ അഹങ്കരിക്കുകയും മതിമറന്ന് ജീവിക്കുകയും സംസ്കാരത്തെ തന്നെ ഇല്ലാതെയാക്കുകയും ചെയ്തു. സനാതന ധർമ്മത്തിനുണ്ടായ ഏറ്റവും വലിയ കോട്ടം ഇത്തരമൊരു ച്യുതിയാണ്. അപ്പൊ ഇവിടെ പറയുന്നു, ഉയർന്ന ജന്മം കിട്ടിയതുകൊണ്ട് നിന്റെ കുലത്തിന്റെ മഹിമ കൊണ്ടൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റസ് കൊണ്ടൊന്നും എന്നെ ലഭിക്കില്ല. അതുപോലെ യാഗം നടത്തിയാലും എന്നെ കിട്ടില്ല. നീ ഇഷ്ടം പോലെ യാഗം നടത്തിക്കോ, അതിന്റെ ഫലം നിനക്ക് കിട്ടും, പക്ഷെ എന്നെ കിട്ടില്ല. തപസാ ഉപശമേന വാ, നീ എല്ലാ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി ഇരുന്നാലും നിനക്ക് കിട്ടില്ല, എന്നെ അനുസന്ധാനം ചെയ്താലും കിട്ടില്ല. എന്ത് ഉണ്ടാവണം? സർവഭൂതാത്മാ ഗുരു ശുശ്രൂഷയാ യഥ, സർവഭൂതാത്മാവായ എന്നെ, ഞാൻ എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ആ എന്നെ സന്തോഷിപ്പിക്കുന്നത്, ഗുരുവിനെ ശുശ്രൂഷിച്ചാൽ ഏതുപോലെ ഞാൻ സന്തോഷിക്കുമോ അതുപോലെ ഈ പറഞ്ഞ കാര്യം കൊണ്ടൊന്നും സന്തോഷിക്കില്ല. അപ്പൊ ഗുരുവിനെ ശുശ്രൂഷിച്ച് കഴിഞ്ഞ് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നീ ഉന്നത കുലജാതനാണെന്നൊക്കെ സ്വയം വിചാരിച്ചിരുന്നാൽ അതുകൊണ്ടൊന്നും നിനക്ക് എന്നെ കിട്ടാൻ പോകുന്നില്ല. ബിക്കോസ് ഐ എം നോട്ട് കൺസേൺഡ് വിത്ത് ദാറ്റ്. ഭഗവാൻ എല്ലാവരും സമമാണ്. ഇത് ഗീതയിൽ ഒരുപാട് തവണ പറയുന്നുണ്ട്, ഭാഗവതത്തിൽ ഇത് ജീവിച്ച് കാണിക്കുന്നുണ്ട്. ഗീതയുടെ വ്യാഖ്യാനമാണ് ഭാഗവതം എന്ന് തന്നെ പറയാം. കാരണം ഭഗവാൻ പറഞ്ഞത് പ്രവർത്തിച്ച ആളാണ്. ഒരുപാട് വർഷം പ്രവർത്തിച്ചിട്ടാണ് ഗീത, കാരണം ജീവിതത്തിന്റെ പകുതിയിലാണ് ഗീത ഉപദേശിക്കുന്നത്. ഒരു 60 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഗീത ഉപദേശിക്കുന്നത്. അപ്പൊ നല്ലോണം ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്, അതായത് വെറുതെ കയറി ഉപദേശിക്കല്ല. അപ്പൊ ഭഗവാന്റെ ജീവിതം പഠിച്ചാൽ തന്നെ നമുക്ക് ഗീതയുടെ രഹസ്യം കിട്ടും. അത് ഭഗവാന്റെ മഹിമയാണ്. അപ്പൊ ഇവിടെ പറയാണ്, നീ ഉയർന്ന ജാതിയിലാണ്, നീ വലിയ കേമനാണ്, നിനക്ക് ഒരുപാട് അറിവുണ്ടായിട്ടുണ്ട്, നിനക്കിപ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ അടക്കം വന്നിട്ടുണ്ട്, നിന്റെ നിലയ്ക്കാണ് നീ നിൽക്കുന്നത്, ഇതൊക്കെ നീ വിചാരിച്ചിട്ടും കാര്യമില്ല. നിനക്ക് ഗുരു ശുശ്രൂഷയുണ്ടാവണം. ഗുരു ശുശ്രൂഷയുണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കും. ഞാൻ സന്തോഷിച്ചാലേ നിനക്ക് ഗുണമുള്ളൂ. ഇപ്പൊ ഗുരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ സേവിക്കുക എന്നാണ് സാമാന്യാർത്ഥം. ആ അർത്ഥവും എടുക്കാം, കാരണം ഗുരുവിന്റെ കാര്യങ്ങളൊക്കെ ശിഷ്യരാണ് നോക്കുക. അതുകൊണ്ട് ഗുരു ശുശ്രൂഷ. ഇനി ശുശ്രൂഷ എന്ന പദത്തിന് ശ്രോത്തും ഇച്ഛ എന്ന അർത്ഥമുണ്ട്, കേൾക്കാനുള്ള ആഗ്രഹം. അപ്പൊ ഗുരു പറയുന്നത് അനുസരിക്കുന്നവനാണ് ഗുരു ശുശ്രൂഷയ എന്ന പദം കൊണ്ട്. ഗുരു പറയുന്നത് അനുസരിക്കണം. ഗുരു പറയുന്നത് നമ്മുടെ ക്ഷേമത്തിനു വേണ്ടിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് നമ്മൾ ഗുരുവിനെ വരിക്കുന്നത്. അങ്ങനെ വരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുരുവാണ് അവസാന വാക്ക്. അപ്പൊ ഗുരു എന്ത് പറഞ്ഞാലും ശ്രദ്ധയോടെ കേട്ട് അത് അനുസരിക്കുന്നവനായി ഭവിച്ചാൽ സർവഭൂതാത്മാവായ ഞാൻ സന്തോഷിക്കും. അപ്പൊ നീ എന്താ ചെയ്യണ്ടേ? കാരണം എന്നെ സന്തോഷിപ്പിച്ചാൽ നിനക്ക് എല്ലാ ഐശ്വര്യവും കിട്ടും, എന്നെ തന്നെ കിട്ടും. അതിന് നീ എന്ത് ചെയ്യണം? ഗുരുവിനെ ശുശ്രൂഷിച്ചാൽ മതി, ഗുരുവിനെ സേവിച്ചാൽ മതി എന്ന രഹസ്യം ഇവിടെ പറഞ്ഞു. ഗുരുവിനെ അനുസരിച്ചു കൊണ്ടിരുന്നാൽ ആ ഗുരു തന്നെ നിന്നെ എന്നിലേക്ക് എത്തിക്കും. ഇങ്ങനെ ഗുരു മഹിമ പറഞ്ഞു. ഇവിടെ സാധകൻ ഗുരുവിനെ കേട്ടിട്ടാണ് ഭഗവാന്റെ അടുത്ത് ഉപാസനയ്ക്ക് വന്നത്. അപ്പൊ ആ ഉപാസനയ്ക്ക് വരുന്ന സാധകനെ ഒന്ന് അനുമോദിക്കുകയാണ്. കാരണം നീ ഗുരു പറഞ്ഞത് അനുസരിച്ചു. ആ അനുസരിച്ചത് കൊണ്ടാണ് നിനക്കിനി ഉണ്ടാവാൻ പോകുന്ന ഗുണങ്ങളൊക്കെ. അപ്പൊ ഇത് സാധകനോട് പറയുമ്പോൾ, അപ്പൊ അയാള് ഗുരുവിന്റെ മഹിമ മനസ്സിലാക്കിയിട്ടാണല്ലോ വന്നത്. അപ്പൊ അയാളോട് പറയുമ്പോൾ വാസ്തവത്തിൽ ഇത് പറയുന്ന പിന്നീട് വരുന്ന ശ്രോതാക്കളായ നമ്മളോടാണ്. നമ്മളും ഇയാളെ പോലെ ഗുരുവിനെ അനുസരിക്കണം, ഗുരുവിന്റെ മഹിമ മനസ്സിലാക്കണം. എന്നിട്ട് ഗുരു കാണിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഇയാൾക്ക് ഇനി കിട്ടാൻ പോകുന്ന ഐശ്വര്യമെല്ലാം നിങ്ങൾക്കും കിട്ടും. ഏതുപോലെയാണോ ഭഗവാൻ ഓടി വന്ന് വാരിപ്പുണർന്നത്, അതുപോലെ നമ്മളെയും ഭഗവാൻ വാരിപ്പുണരും. നമുക്കും കുചേലന്റെ യോഗ്യതയുണ്ടായാൽ എന്ന സൂചന അവിടെയുണ്ട്. അത് കഴിഞ്ഞ് ഭഗവാൻ അവിടെ ആ കഥാസന്ദർഭത്തിൽ ഗുരുവിന്റെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഗുരുവിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇവർ ഗുരുകുലകാലത്ത് വിറക് വെട്ടാനായിട്ട് കാട്ടിലേക്ക് പോയതും നല്ല ഇടിമിന്നലോടുകൂടിയ മഴ പെയ്തതും ഒരു വൃക്ഷത്തിൽ കയറി മഴ നനഞ്ഞുകൊണ്ട് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചിരുന്നതും. കാരണം നല്ല തണുപ്പാണ്. അപ്പം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കാൻ എപ്പോൾ മഴ തീരുമെന്ന്.
അത് കഴിഞ്ഞ് മഴയൊക്കെ തീർന്ന് പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ പതുക്കെ വരുന്ന സമയത്ത് ഗുരു വന്ന് കാണുന്നതും ഗുരുവിന് വല്ലാത്ത സന്തോഷവും ദുഃഖവും ഒക്കെ ഉണ്ടായി. കാരണം ഇത്രയും അനുസരണയുള്ള ശിഷ്യന്മാരാണല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും ശിരസിൽ കൈവച്ചുകൊണ്ട് ഞാൻ നല്ല വിദ്യ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ, എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചതൊക്കെ ഭഗവാൻ ഓർക്കുകയാണ്. വീണ്ടും ഗുരുവിൻ്റെ മഹിമ ഊട്ടി ഉറപ്പിക്കുകയാണ്. കാരണം സാധനയിൽ വഴികാട്ടി ഗുരു തന്നെയാണ്. അപ്പോൾ ആ ഗുരുവിൻ്റെ കൃപ കൊണ്ടാണ് നമുക്ക് രണ്ടുപേർക്കും ഈ ഐശ്വര്യം ഉണ്ടായിട്ടുള്ളതെന്ന് കഥാസന്ദർഭത്തിൽ പറയുകയും സൂക്ഷ്മമായി നമ്മളോട് പറയുന്ന സമയത്ത് ഗുരുവിനെ നമ്മൾ നന്നായി അനുസരിച്ചാൽ, ആ ഗുരു പറയുന്ന വഴിയിലൂടെ നടന്നാൽ ഭഗവത് പ്രാപ്തി ഉറപ്പാണെന്ന് ഊട്ടിയുറപ്പിക്കുകയാണ്. ഗുരു എങ്ങനെയുള്ളവനായിരിക്കണം എന്നും ഇവിടെ സൂചിപ്പിച്ചു. ശിഷ്യരിൽ അത്രയും വാത്സല്യമുള്ളവനായിരിക്കണം, തന്നെ അറിഞ്ഞവനായിരിക്കണം, താനായി ഭവിച്ചവൻ, അതായത് ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് ഈശ്വരനായി ഭവിച്ചവനായിരിക്കണം എന്നൊക്കെ ഗുരുവിന് വേണ്ട യോഗ്യതകളും സൂചിപ്പിച്ചു. ഗുരു നല്ല കാരുണ്യമുള്ളവനായിരിക്കണം എന്ന കഥയിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാം. കാരണം ശിഷ്യർ പോയതറിഞ്ഞാൽ അവർ വരും എന്ന് പറഞ്ഞിരിക്കല്ല, തേടി പിടിച്ചു വരികയാണ് കാട്ടിലേക്ക്. കണ്ടപ്പോൾ ആ സന്തോഷം കൊണ്ട് അവരെ അനുഗ്രഹിക്കുകയാണ്. കാരണം മക്കളെ പോലെയാണ് ആ ഗുരു ഇവരെ കണ്ടത്. അതുപോലത്തെ ആൾക്കാരായിരിക്കണം ഗുരു എന്ന സൂചനയും അവിടെയുണ്ട്. അത് കഴിഞ്ഞു, അങ്ങനെ കഥയൊക്കെ പറഞ്ഞു. കഥ പറഞ്ഞ് പിന്നെ അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ അവിടെ ഭഗവാൻ ഒരു ചെറിയ മന്ദഹാസമൊക്കെ തൂകി കുചേലനോട് ചോദിക്കുകയാണ്, അങ്ങ് എനിക്ക് വേണ്ടി ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ? എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുകയാണ്. ഭഗവാൻ ചോദിക്കുന്ന ഭാവം അവിടെ ഒരു തത്വം അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച കിമുപായനമാനീതം ബ്രഹ്മന്മേ ഭവതാഗൃഹാത് അൻവപ്യുപാഹൃതം ഭക്തൈ പ്രേംനാ ഭൂര്യേവ മേ ഭവേത് ഭൂര്യപ്യഭക്തോപഹൃതം നമേ തോഷായ കൽപ്പതേ. എന്താണ് ഉപഹാരമായിട്ട് അങ്ങ് എനിക്ക് വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളത്? സൂക്ഷ്മമായി നോക്കിയാൽ സാധകനിൽ നിന്നും അവൻ്റെ കർമ്മത്തെ മുഴുവൻ സ്വീകരിക്കാൻ വേണ്ടി ഭഗവാൻ തയ്യാറാവുകയാണ്. ഇവിടെ കഥയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തി മടിച്ചിരിക്കുകയാണ്. ആ മടിക്കൊക്കെ ഒരു തത്വമുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ കുചേലൻ കൊടുക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭഗവാനെ കണ്ടപ്പോൾ ഭഗവാന് മനസ്സിലായി കയ്യിലുണ്ടെന്ന്. അപ്പോൾ ഭഗവാൻ അയാളോട് ചോദിക്കുകയാണ്, എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പോൾ കൊണ്ടുവരുമ്പോൾ കുചേലനൊരു മടിയുണ്ട്. എന്താണ് കുചേലൻ്റെ മടി? അത് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ കർമ്മങ്ങൾ എല്ലാം നല്ലതാവണമെന്നില്ല. നമ്മളിവിടെ ജനിച്ചു കഴിയുമ്പോൾ ഇതിനു മുമ്പ് ആർജിച്ചിട്ടുള്ള കർമ്മവുമായിട്ടാണ് വന്നിട്ടുള്ളത്. വാസനകളുമായിട്ട് ആ വാസന കർമ്മമായി പരിണമിക്കുന്നു. അതിൽ നല്ലതും ഉണ്ടാവും, ചീത്തയും ഉണ്ടാവും. രണ്ടും എപ്പോഴും ഉണ്ടാവും. കാരണം പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ്. അപ്പോൾ ഇത് രണ്ടുമുള്ള സമയത്ത് നമുക്കൊരു ലജ്ജയുണ്ടാവും ഭഗവാനെ സമീപിക്കുമ്പോൾ. നല്ല കർമ്മങ്ങളൊക്കെ ഭഗവാന് കൊടുക്കാം, പക്ഷേ ചീത്തയായ കർമ്മങ്ങൾ എങ്ങനെയാണ് സമർപ്പിക്കുക? അപ്പം എന്തു ചെയ്യണമെന്നറിയാതെ മടിച്ചു നിൽക്കുമ്പോൾ ഭഗവാൻ ഉപദേശിക്കുകയാണ്, എല്ലാം എനിക്ക് സമർപ്പിക്കൂ, കാരണം എനിക്ക് ഭേദമില്ല. നല്ലതെന്നോ നല്ലതല്ലാത്തതെന്നോ ഒന്നുള്ള ഭേദം ഭൗതികർക്കുണ്ടാവും, എനിക്കില്ല. ഞാൻ ഈശ്വരനാണ്, എനിക്കെല്ലാം സമമാണ്. അപ്പം എന്ത് ചെയ്യുന്നുവോ അത് എനിക്ക് സമർപ്പിക്കൂ. ഗീതയിൽ ഇത് പറയുന്നുണ്ട്. എന്ത് കഴിക്കുന്നുവോ, എന്ത് പ്രവർത്തിക്കുന്നുവോ, എന്ത് ചിന്തിക്കുന്നുവോ ഒക്കെ എനിക്ക് വേണ്ടി സമർപ്പിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പം സമ്പൂർണ്ണ സമർപ്പണമാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് സാധകന്റെ മടി അയാളെ നിരീക്ഷിച്ച് മനസ്സിലാക്കുകയാണ് സാധനയിലൂടെ. അപ്പം അയാളുടെ ഉള്ളിൽ ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. പലപ്പോഴും ഗുണത്തേക്കാൾ കൂടുതൽ ദോഷങ്ങളാണ് കാണുന്നത്. ഇങ്ങനെയുള്ള താൻ എങ്ങനെ ഭഗവാനെ സമീപിക്കുമെന്ന് പറഞ്ഞ് മടിച്ചിരിക്കുകയാണ് സാധകൻ. ആ സാധകനോട് ഭഗവാൻ പറയാണ്, മടിക്കണ്ട, ഗുണവും ദോഷവും എനിക്ക് ഒരുപോലെ സമർപ്പിച്ചോളൂ, ഞാൻ രണ്ടും ഒരുപോലെ സ്വീകരിക്കും. അപ്പൊ ആ തത്വം ഇവിടെ പറയാണ്. അത് കഴിഞ്ഞ് പറയുന്നു, അനു അപി ഉപാഹൃതം ഭക്ത്യൈ പ്രേംന. ഭക്തരെ വളരെ സ്നേഹത്തോടു കൂടി എനിക്ക് വളരെ കുറച്ച് കൊണ്ടുവന്ന് തന്നാലും ഭൂരി ഏവ മേ ഭവേത്, അതെനിക്ക് വളരെ വലുത് തന്നെയാണ്. ഇവിടെ കഥയിൽ നോക്കിയാൽ കുചേലൻ മനസ്സിൽ ചിന്തിക്കുന്നത് എന്തായിരിക്കും? കുറച്ച് അവിൽ, 4 പിടി അവിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഭഗവാനാണെങ്കിലോ സർവൈശ്വര്യത്തിനും നാഥനായിരിക്കുന്നവനാണ്. അപ്പോൾ ആ ഭഗവാന് ഞാൻ ഇതെങ്ങനെയാണ് കൊടുക്കുക? ഇതാണ് അയാളുടെ വിചാരം. ഇവിടെ 4 പിടി അവിൽ എന്ന് പറഞ്ഞതിൽ തന്നെ 4 തരം കർമ്മങ്ങൾ എന്നർത്ഥം വന്നു. 4 വർണ്ണങ്ങളാണ് ഉള്ളത്: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. 4 പേർക്കും 4 തരം കർമ്മങ്ങളുണ്ട്. ഈ 4 തരം കർമ്മങ്ങളും ഭഗവാന് സമർപ്പിക്കണം. നമ്മുടെ ഉള്ളിലുള്ള കർമ്മം എന്താണോ അത് നിർലജ്ജം ഭഗവാന് സമർപ്പിക്കണമെന്ന് 4 നിന്ന് ആ പ്രയോഗത്തിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാം. അപ്പൊ കുചേലൻ ഇവിടെ ആലോചിക്കുകയാണ്, ഈ ശ്രീപതിക്ക് ഞാൻ എങ്ങനെ ഈ അവില് കൊടുക്കുക? ഇദ്ദേഹം എന്ത് വിചാരിച്ചാലും അത് അയാളുടെ കാൽച്ചുവട്ടിൽ വന്നിരിക്കും. ആ ഭാവത്തിലിരിക്കുന്ന നാരായണനാണ്. സങ്കല്പിച്ചാൽ തന്നെ സത്യമായി ആകുന്നവൻ. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ഈ അവിൽ എങ്ങനെയാ കൊടുക്കുക എന്ന് പറഞ്ഞ് കുചേലൻ മടിച്ചിരിക്കുന്നു. സാധകന്റെ മടിയോ? ഗുണവുമുണ്ട്, ദോഷവുമുണ്ട്. എങ്ങനെയാ ഈ ദോഷമുള്ളത് ഞാൻ കൊടുക്കുക?
ഇത് കൊടുക്കാൻ പാടുമോ എന്നൊക്കെയുള്ള ഭാവത്തിൽ. അപ്പോൾ പറയാണ്, കുറച്ചാണെങ്കിലും ഭക്തിയോടുകൂടി തന്നെ ഞാൻ സ്വീകരിക്കും. അപ്പോൾ കുറച്ചാണെന്ന് പറഞ്ഞത് കഥയിൽ നമുക്ക് മനസ്സിലായി. താത്വികമായി നോക്കിയാൽ ദോഷപൂർണമാണ്, കുറച്ച് ഗുണമേ ഉള്ളൂ, ബാക്കിയൊക്കെ ദോഷമാണെങ്കിലും ധൈര്യമായിട്ട് സമർപ്പിച്ചോ. കാരണം ഭക്തിയോടുകൂടി പ്രേമത്തോടുകൂടി സമർപ്പിച്ചാൽ മതി, ഞാനത് സ്വീകരിക്കും. എനിക്ക് ഭക്തിയാണ് പ്രധാനം. അത് പറഞ്ഞു. ഭൂര്യപി അഭക്തോപഹൃതം നമേ തോഷായ കൽപ്പത്തെ. ഇനി ഒരുപാട് കൊണ്ടുവന്ന് തന്നു, പക്ഷെ ഭക്തിയൊന്നും ഇല്ല. ഭക്തി ഇല്ലാതെ കൊണ്ടുവന്ന് തന്നത് ഒരുപാടാണെങ്കിലും അത് എന്നെ സന്തോഷിപ്പിക്കില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇത്തരം ഭക്തരെ കാണാം. ഭഗവാന് ഒരുപാട് വസ്തുക്കളെ കൊടുക്കും, ഭഗവാന്റെ പേരിൽ ഒരുപാട് കാര്യം. ഇപ്പോൾ സ്വർണത്തിൻ്റെ കിരീടം കൊണ്ടുവന്ന് കൊടുക്കും, ചിലപ്പോൾ അമ്പലം തന്നെ സ്വർണം പൂശും, അമ്പലത്തെ പുതുക്കി പണിയും, ഡൊണേറ്റഡ് ബൈ എന്ന് പറഞ്ഞ പേര് എഴുതി വെക്കും. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവര് ഭഗവാന് വാരി വാരി കൊടുക്കുകയാണ്. അങ്ങനെ വാരി വാരി കൊടുക്കുന്ന സമയത്തും അവരുടെ ഉള്ളിൽ ഭക്തിയൊന്നുമില്ല, ഭഗവാനോട് സ്നേഹമില്ല. അവരിതൊക്കെ കൊടുത്താൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ കൊടുക്കുന്നത് ഭഗവാനെ സന്തോഷിപ്പിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാന് കൊടുക്കുമ്പോൾ സ്നേഹത്തോടു കൂടി ഭക്തിയോടു കൂടി കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നത് ചെറുതാണെങ്കിലും താൻ സ്വീകരിക്കും. ഇപ്പൊ സമർപ്പണത്തിന്റെ തത്വത്തിൽ ഭക്തിയുടെ തലത്തിൽ തന്നെ ചിന്തിച്ചാൽ ഭഗവാന് കൊടുക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഭക്തിയോട് കൊടുത്താൽ മതി. ഇപ്പൊ നമുക്ക് വലിയ വലിയ സാധനങ്ങൾ കൊടുക്കാൻ ശേഷിയില്ല, വളരെ കുറച്ച് സാധനങ്ങളെ കൊടുക്കാൻ പറ്റും. പക്ഷെ കൊടുക്കണമെന്നുണ്ട്, കാരണം നമ്മുടെ കയ്യിലുള്ളത് എന്തോ അതാണ് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ കൊടുക്കാം എന്ന ഒരു തത്വം അവിടെ പറഞ്ഞു. ആ അല്പം കൊടുത്താലും താൻ സ്വീകരിക്കും. അത് തന്നെയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മന. സമാനമായ ഒരു ശ്ലോകം ഗീതയിലുമുണ്ട്. പത്രം ഇല, പുഷ്പം പൂവ്, ഫലം പഴം, തോയം ജലം. ഇത് ആരാണോ ഭക്തിയോടുകൂടി എനിക്ക് നൽകുന്നത് അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും, ഭുജിക്കും. അതിലൊരു സംശയവും വേണ്ട. അപ്പോൾ വളരെ കാര്യമായിട്ട് ഭക്തൻ ഈ പറഞ്ഞ സാധനങ്ങൾ എനിക്ക് തന്നാലും ഞാനത് സ്വീകരിക്കും. പത്രം പുഷ്പം ഫലം തോയം എന്ന് പറഞ്ഞ് തന്നാൽ ഞാനത് സ്വീകരിക്കും. അപ്പൊ ഇല വളരെ ലളിതമായി ലഭിക്കുന്നതാണ്, സുലഭമാണ്. പൂവ്, പഴം, അതുപോലെ വെള്ളമൊക്കെ എത്ര എളുപ്പമായിട്ട് നമുക്ക് കൊടുക്കാം, തർപ്പണം കൊടുക്കാം. ഭഗവാൻ അതെല്ലാം സ്വീകരിക്കും. അപ്പൊ ഭക്തിയുടെ തലത്തിൽ ഭഗവാനെ ഉപാസിക്കുമ്പോൾ പ്രാകൃതമായ ഭാവത്തിൽ ഏറ്റവും തുടക്കത്തെ പടിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഭഗവാന് ബാഹ്യമായിട്ട് പലതും കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതിൽ നമുക്കൊരു മടിയും വേണ്ട. നമ്മുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് കൊടുക്കണം. ഭക്തിയോടുകൂടി കൊടുത്താൽ മതി. ഒരുപാട് ആർഭാടം കാണിക്കുമ്പോൾ ഭക്തി ഇല്ലെങ്കിൽ ആ ആർഭാടം കൊണ്ട് ഗുണമുണ്ടാവില്ല എന്നും മനസ്സിലാക്കണം. ഭക്തിയോടുകൂടി കൊടുക്കാം. ഭഗവാൻ സ്വർണ്ണ കിരീടം കൊടുക്കണം തോന്നിയാലും കൊടുക്കാം, പക്ഷെ ഭക്തിയോടുകൂടി ആയിരിക്കണം. ഭക്തിക്കാണ് പ്രസക്തി എന്നിവിടെ പറഞ്ഞു. ഇനി അത് അകത്തേക്ക് നമ്മൾ സാധനാതലത്തിൽ നോക്കിയാലും നമ്മുടെ കർമ്മം എന്താണോ അത് ഭഗവാനുള്ളതാണെന്ന് പറഞ്ഞ് കൊടുക്കണം. അതിൽ മടിക്കേണ്ട ആവശ്യമില്ല. ഗുണം കുറവാണ്, ദോഷം കൂടുതലാണ്, ഗുണം വളരെ അധികമുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയും വേണ്ട. എന്തായാലും അത് ഭഗവാനുള്ളതാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടിക്ക് അത് ഭഗവാൻ സ്വീകരിക്കും. കാരണം ഭഗവാൻ അത് സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് കർമ്മബന്ധനത്തിൽ നിന്ന് മോചനം ഉണ്ടാവും. കർമ്മത്തിൽ നമ്മൾ എത്ര കാലം ബന്ധിതരായി നിൽക്കുന്നുവോ അത്രയും കാലം വീണ്ടും വീണ്ടും ജനിച്ചിവിടെ കറങ്ങിക്കൊണ്ടേയിരിക്കണം, രക്ഷ ഉണ്ടാവില്ല. കർമ്മത്തിൽ നിന്ന് മോചനം വേണമെങ്കിൽ ഭഗവാൻ അത് കൊടുക്കണം, ഭഗവാൻ അത് സ്വീകരിക്കണം. അതാണ് കർമ്മമുക്തിക്കുള്ള രഹസ്യം. അതിവിടെ പറഞ്ഞു തരണം. അപ്പൊ ഇവിടെ നിങ്ങളുടെ കർമ്മം എന്താണെങ്കിലും, ഗുണപ്രദമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും വിഗുണമാണെങ്കിലും എൻ്റേതാണെന്ന് മനസ്സിലാക്കി, അതായത് ഭഗവാന്റേതാണെന്ന് മനസ്സിലാക്കിയ ഭഗവാന് സമർപ്പിക്കുക എന്ന് ഇവിടെ ഭഗവാൻ തന്നെ താത്വികമായി ഉപദേശിക്കുന്നു. അത് കഴിഞ്ഞ് ഇത്യുക്തോപി ദ്വിജസ്തസ്മൈ വിരീഡിത പതയേ ശ്രിയ ഋതുക പ്രസൃതിം രാജൻ ന പ്രായച്ഛത് അവാങ്മുഖ. തല താഴ്ത്തിയിരുന്നു. നേരത്തെ പറഞ്ഞു കുചേലന്റെ മടി, കുചേലനൊരു ലജ്ജ തോന്നണം. അപ്പം അദ്ദേഹം തല താഴ്ത്തിയിരുന്നു, എങ്ങനെ ഞാൻ ഈ ശ്രീപതിക്ക് കൊടുക്കുക. കാരണം നമ്മുടെ എല്ലാം ഉള്ളിലുണ്ടാകുന്ന ഒരു അപകർഷതയാണ്. നമുക്ക് നന്മയേക്കാൾ കൂടുതൽ തിന്മയാണല്ലോ, ഒരുപാട് ദോഷങ്ങളാണല്ലോ എന്നിലുള്ളത്. ഈ പ്രവൃത്തി ഞാൻ ചെയ്താൽ ഭഗവാന് ദേഷ്യം വരില്ല, ഇത് ഞാൻ എങ്ങനെ ഭഗവാന് സമർപ്പിക്കുക എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ്, എന്നെ മനസ്സിലാക്കി പരിപൂർണ സ്നേഹത്തോടെ പ്രേമത്തോടു കൂടി ഭക്തിയുടെ പൂർണ്ണതയിൽ എനിക്കത് നൽകൂ. അതിൽ നിന്നും നിന്നെ ഞാൻ രക്ഷിക്കാം. ഭഗവത്ഗീതയിൽ ഈ അർത്ഥം വരുന്ന, ഭഗവത്ഗീതയുടെ സാരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ശ്ലോകം അവസാനത്തെ അധ്യായത്തിൽ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. എല്ലാ ധർമ്മങ്ങളെയും എന്നിൽ പരിത്യജിക്കൂ. നിനക്കുള്ളത് എന്തോ അത് നീ എന്നിൽ സമർപ്പിക്കൂ. നിനക്ക് നല്ല ധർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ മോശമായ ധർമ്മം, മോശമായ കർമ്മം. ഇവിടെ ധർമ്മം എന്ന് പറയുന്നത് സ്വധർമ്മമായിട്ട് എടുത്താൽ അത് നല്ലതോ ചീത്തയോ ആകാം, അതുകൊണ്ട് ഗുണമോ ദോഷമോ ഉണ്ടാവാം. അതെന്താണെങ്കിലും അതെനിക്ക് സമർപ്പിക്കൂ.
ഇനി ധർമ്മശബ്ദത്തിന് കുറച്ചും കൂടി സൂക്ഷ്മമായി നോക്കിയാൽ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കുമൊക്കെ ഓരോരോ ധർമ്മമുണ്ട്. ആ ധർമ്മമൊന്നും നിന്റെയല്ല, നീ ആത്മാവാണ്. അപ്പൊ അതിന്റെ ധർമ്മങ്ങൾ അതിൽ ഉപേക്ഷിച്ചുകൊണ്ട് നീ എന്നെ അറിഞ്ഞാൽ, നീയായി ഭവിച്ചാൽ നിനക്ക് മുക്തി കിട്ടുമെന്ന് വളരെ സൂക്ഷ്മമായ അർത്ഥവും, ഭക്തന്റെ തലത്തിൽ നോക്കിയാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആ ഭഗവാന് സമർപ്പിക്കുക, മടി വേണ്ട, ലജ്ജ വേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കുചേലൻ തല താഴ്ത്തിയിരിക്കുകയാണ്. കാരണം ഉള്ളിൽ ഒരു ലജ്ജ തോന്നുകയാണ്. ശ്രീപതിക്ക് ഞാൻ ഇത് എങ്ങനെ കൊടുക്കും, കാരണം എൻ്റെ കർമ്മം എങ്ങനെയാണ്. അപ്പൊ കുചേലൻ എന്ന വ്യക്തിയുടെ ഭാവത്തിൽ നോക്കിയാൽ തന്നെ അദ്ദേഹം ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ച് ദുഃഖിക്കുകയാണ്. അപ്പൊ താൻ എന്തൊക്കെയോ ദോഷകർമ്മങ്ങൾ ചെയ്തത് കൊണ്ടാണല്ലോ ഇതുണ്ടായത്. തനിക്ക് സമ്പത്ത് വന്നില്ല, താൻ ശ്രേഷ്ഠതയൊന്നും അനുഭവിച്ചില്ല, അകത്ത് നല്ല വികാസം ഉണ്ടായെങ്കിലും പുറത്തൊക്കെ ഇങ്ങനെയാണ്, ഐശ്വര്യം കിട്ടിയില്ല. അപ്പൊ അത് തൻ്റെ ദോഷമാണ്. ആ ദോഷത്തെ ഞാൻ എങ്ങനെയാണ് ഭഗവാന് കൊടുക്കുക? ഇത്രയും ദുഷ്ടനായ ദോഷമുള്ള ഞാൻ എങ്ങനെ ഭഗവാനെ സമീപിക്കും എന്നൊക്കെയുള്ള ലജ്ജ ഭക്തനുണ്ടാവും. ആ ഭക്തനോട് ഭഗവാൻ തന്നെ ഉറപ്പിച്ചു പറയുകയാണ്, അങ്ങനത്തെ ലജ്ജ വേണ്ട, സന്തോഷത്തോടു കൂടി വന്നോളൂ. കാരണം ഭക്തി ഉണ്ടെങ്കിൽ അതാണ് ക്വാളിഫിക്കേഷൻ. ബാക്കിയെല്ലാം ആ ഭക്തി വെളുപ്പിച്ചോളൂ. ഭക്തി ഉണ്ടെങ്കിൽ ധൈര്യമായി വന്നോളൂ, സമർപ്പിക്കൂ എന്ന് ഭഗവാൻ ഇവിടെ പറയാണ്. അപ്പോൾ കുചേലൻ തല താഴ്ത്തിയിരിക്കുകയാണ്. ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തുവെന്ന് ഭാഗവതം പറയുന്നു. സർവഭൂതാത്മദൃക് സാക്ഷാത് തസ്യാഗമന കാരണം വിജ്ഞായ അചിന്തയന്നായം ശ്രീകാമോ മാ ഭജത്പുര പത്ന്യാ പതിവ്രതായാസ്തു സഖാ പ്രിയ ചികീർഷയാ പ്രാപ്തോ മാമസ്യ ദാസ്യാമി സമ്പദോ അമർത്യ ദുർലഭ. സർവഭൂതാത്മദൃക് സാക്ഷാത്, എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ആ പരമ്പൊരുൾ തന്നെയാണ് ഭഗവാൻ. ആ ഭഗവാൻ അദ്ദേഹത്തിന്റെ ആഗമന കാരണത്തെ മനസ്സിലാക്കി. ഭക്തൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ഭഗവാനെ സമീപിച്ചാൽ എന്ത് ചോദിക്കണമെന്ന്. ഭഗവാൻ തന്നെ പറയുന്നു, ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, സമർപ്പിച്ചാൽ മതി. തന്നെ എന്നിൽ സമർപ്പിക്കുക, ചെയ്യുന്ന എല്ലാ കർമ്മവും എന്നിൽ സമർപ്പിക്കുക. ആ സമർപ്പണത്തിൽ ഇരുന്നാൽ ഞാൻ സർവാന്തര്യാമിയാണ്, എല്ലാവരുടെയും ഉള്ളിലിരുന്ന് എല്ലാം കാണുന്നവനാണ്. അപ്പൊ നിങ്ങൾ സമർപ്പണം മാത്രം നടത്തി ശരണാഗതി നിങ്ങൾക്കുണ്ടായാൽ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ആ നേരത്തെ പറഞ്ഞ സർവധർമാൻ പരിത്യജ്യ എന്ന അർത്ഥം തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഭഗവാൻ അദ്ദേഹത്തിന്റെ ആഗമന കാരണം മനസ്സിലാക്കി. അദ്ദേഹത്തിന് ഐശ്വര്യം വേണം, അദ്ദേഹം ദാരിദ്ര്യം അനുഭവിക്കുകയാണ്, ഐശ്വര്യം വേണം, അതിനുവേണ്ടിയാണ് അദ്ദേഹം വന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി ആ ചിന്തയൻ ഭഗവാൻ ചിന്തിച്ചു, എന്താണ്? ന അയം ശ്രീകാമോ മാ ഭജത്പുര. ഇദ്ദേഹം ശ്രീ ആഗ്രഹിക്കുന്നവനല്ല, ഇദ്ദേഹത്തിന് ധനം ഒരുപാട് വേണമെന്നുള്ള വിചാരമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് അദ്ദേഹം എന്നെ സമീപിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം എന്നെ സമീപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാ? പത്ന്യാ പ്രതിവ്രതായാസ്തു സഖാ പ്രിയ ചികീർഷയ. ഭാര്യയുടെ വാക്ക് കേട്ട് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കഥയിലെടുത്ത് നോക്കിയാൽ കുചേലൻ ദരിദ്രനാണ്, ഭാര്യ പറഞ്ഞു. ഇത്രയും കാലം ഭഗവാന്റെ അടുത്ത് വന്നില്ല, ഭാര്യ പറഞ്ഞപ്പോൾ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് സ്വയം ധനം വേണമെന്ന വിചാരമൊന്നും ഉണ്ടായില്ല, ഭാര്യ പറഞ്ഞതുകൊണ്ട് വന്നു, അതുകൊണ്ട് ഞാൻ അവന് കൊടുക്കാമെന്നൊരു അർത്ഥം വന്നു. ഇനി അത് തന്നെ കുറച്ചും കൂടി സൂക്ഷ്മമായ സാധനയുടെ തലത്തിൽ നോക്കിയാൽ അദ്ദേഹം ഐശ്വര്യം ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാതെ ഇരിക്കുന്നവനായിരുന്നു. ഐശ്വര്യം ഈശ്വരനിലാണെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. കർമ്മത്തിന്റെ ഫലം എന്താണോ അതെല്ലാം സ്വീകരിച്ച് ഗുരുവിന്റെ വാക്ക് ശ്രവിച്ചുകൊണ്ട് അദ്ദേഹം സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടേയിരുന്നു. ആ സാധനയിലൂടെ അയാൾ ഇപ്പോൾ പരിപക്വനായി. ആ പരിപക്വ ഗുരുവിന്റെ വാക്ക് കേട്ട് ഗുരു പറഞ്ഞു, നീ ഇനിയിപ്പോ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാൻ യോഗ്യനായി. അപ്പൊ ആ വാക്ക് ശ്രവിച്ചുകൊണ്ട് അദ്ദേഹം വന്നു. അപ്പൊ ഗുരുവിനെ അനുസരിച്ചുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിച്ച് ഇപ്പൊ ഗുരുവിന്റെ വാക്ക് തന്നെ കേട്ട് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. നല്ല യോഗ്യനായിട്ടുള്ള ശിഷ്യനായിട്ട് വന്നിരിക്കുകയാണ്. പ്രാപ്തോ മാമസ്യ ദാസ്യാമി സമ്പദോ മർത്യ ദുർലഭ. അങ്ങനെ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഇദ്ദേഹത്തിന് ദാസ്യാമി, ഞാൻ കൊടുക്കും. എന്താ? സമ്പത്ത് കൊടുക്കും. എങ്ങനത്തെ? അമർത്യ ദുർലഭ. അമർത്യന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാര്, സുരന്മാര്, മരണമില്ലാത്തവര്, അവർക്ക് പോലും ദുർലഭമായിട്ടുള്ള സമ്പത്ത് ഞാൻ ഇവനെ കൊടുക്കും. കാരണം ദേവന്മാർക്ക് പോലും ഇന്ദ്രിയ തലത്തിലുള്ള സുഖമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കഥയുടെ തലത്തിൽ നോക്കിയാൽ തീർച്ചയായും കുചേലന് ഒരുപാട് ഐശ്വര്യം കിട്ടാൻ പോവാണ്, വലിയ കൊട്ടാരം പോലത്തെ വീടും ഒക്കെ കിട്ടാൻ പോവാണ്. അപ്പോൾ സ്വർഗത്തിൽ അവരനുഭവിക്കുന്ന സുഖത്തേക്കാൾ കൂടുതൽ സുഖം ഈ ഭൂലോകത്തിൽ ഇവൻ അനുഭവിക്കുന്നുവെന്ന് കഥാവശാൽ പറയാം. സൂക്ഷ്മമായി നോക്കിയാൽ ദേവന്മാർക്ക് പോലും ഇന്ദ്രിയ തലത്തിലുള്ള സുഖമേ ഉള്ളൂ. അവർ ഈ വിഷയങ്ങളിലാണ് രമിക്കുന്നത്. ആത്മാവിൽ ഉണ്ടാകുന്ന പരമാനന്ദം അവർക്ക് കിട്ടിയിട്ടില്ല. അതാണ് അമൃതം, യഥാർത്ഥ അമൃതം അതാണ്. അതിപ്പോൾ ഭാഗവതത്തിന്റെ മഹാത്മ്യം പറയുമ്പോൾ ശുഖബ്രഹ്മർഷിയുടെ അടുത്ത് ദേവന്മാര് വന്നിട്ട്
ഭാഗവതാമൃതം തന്നാൽ ഞങ്ങൾ ദേവാമൃതം തിരിച്ചു തരാമെന്ന് പറഞ്ഞൊരു ബാർട്ടർ സിസ്റ്റം നടത്തുന്നുണ്ട്. അപ്പോൾ ശുഖബ്രഹ്മർഷി അവരെ പറഞ്ഞയക്കാൻ ഇത് രണ്ടും തമ്മിലൊരു തുലനയേ ഇല്ല. ഈ നിങ്ങൾ കൊണ്ടുവന്ന ദേവാമൃതം ഒന്നുമല്ല, ഭാഗവതാമൃതം എത്ര അമൂല്യമാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് പോയിക്കോളൂ എന്നാണ് ശുഖബ്രഹ്മർഷി പറയുന്നത്. കാരണം ഭാഗവതാമൃതം, ഭക്ത്യാമൃതം എന്ന് പറയുന്നത് നിത്യതയാണ്. ദേവന്മാരുടെ അമൃതം എന്ന് പറയുന്നത് കുറച്ചു കാലത്തേക്കുള്ളതാണ്. അത് കാര്യം ഒരു മർത്യന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ വളരെ ദീർഘമായ കാലയളവാണെങ്കിലും ആത്യന്തികമായി നോക്കിയാൽ അതും ക്ഷണികമാണ്. അപ്പൊ അതുകൊണ്ട് അമർത്യന്മാർക്ക് പോലും ദുർലഭമായിട്ടുള്ള ആത്മാനന്ദത്തെ, ബ്രഹ്മാനന്ദത്തെ, എൻ്റെ സ്വരൂപമാണ് ആനന്ദം, ഭഗവാന്റെ സ്വരൂപമാണ്, ആ സ്വരൂപത്തെ തന്നെ ഞാൻ ഇവന് കൊടുക്കും. കാരണം അത് ദേവന്മാർക്കൊന്നും കിട്ടില്ല. അപ്പൊ എൻ്റെ അടുത്ത് ഗുരുവിൻ്റെ വാക്കനുസരിച്ച് സ്വധർമ്മം ചെയ്ത് പാകപ്പെട്ട് പരിപൂർണ ഭക്തിയോടുകൂടി വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെല്ലാം കൊടുക്കും. എല്ലാം കൊടുക്കുമെന്ന് പറയുമ്പോൾ അവന് ബാഹ്യമായ സമ്പത്ത് ഉണ്ടാവും. ബാഹ്യമായ ഐശ്വര്യമാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്, നല്ലൊരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാധകനോട് ഭഗവാൻ പറയാണ്, നിനക്ക് ആ ഐശ്വര്യം കിട്ടും, പക്ഷെ അമർത്യർക്ക് പോലും ദുർലഭമായത് കൂടി കിട്ടും. എന്താണത്? ആത്മാനന്ദം. നീ എന്നെ അറിയും, നീ നിന്റെ കർമ്മം പരിപൂർണമായി എന്നിൽ സമർപ്പിച്ചാൽ നിനക്ക് എന്നെ ലഭിക്കും. തന്നെ തന്നെ കൊടുക്കുന്നവനാണ് സ്മരിക്കുന്നവർക്കെന്ന് ഭാര്യ പറയുന്നുണ്ട്. ആ ഗുരുവിന്റെ ഉപദേശമാണത്. അപ്പൊ തന്നെ തന്നെ കൊടുക്കും, തന്നെ കിട്ടിയാൽ ബാക്കിയെല്ലാം. കാരണം ഈശ്വരനാണ് ഐശ്വര്യമുള്ളത്. അപ്പൊ ഈശ്വരൻ ഉണ്ടെങ്കിലേ ഐശ്വര്യമുള്ളൂ. ഐശ്വര്യം നേടണമെങ്കിൽ ഈശ്വരനെ നേടിയാൽ മതി എന്ന തത്വം അവിടെ ഭഗവാൻ ഉപദേശിക്കുകയാണ്. അങ്ങനെ ഉപദേശിച്ചു. അദ്ദേഹത്തിന്റെ കഥയിൽ പിന്നെ പറയുന്നുണ്ട്, ഭഗവാൻ അദ്ദേഹത്തിന്റെ ആ കിഴിയെ തട്ടിപ്പിടിച്ചു. കാരണം അദ്ദേഹം കൊടുക്കാൻ മടിച്ചിരിക്കണം. അപ്പൊ അത് കണ്ട് ഒരു കിഴി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പറിച്ചെടുത്തു. അത് തുറന്നു നോക്കി, അവിലാണ്. അവിലെനിക്ക് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അതിൽ നിന്നും ഒരു പിടിയെടുത്ത് വായലാക്കി അടുത്ത പിടി എടുക്കാൻ പോകുമ്പോൾ ശ്രീദേവി, അതായത് രുക്മിണി, കൈപിടിക്കുകയാണ്. മതി, അദ്ദേഹത്തിന് കിട്ടേണ്ടത് മുഴുവൻ കിട്ടിയെന്ന്. അങ്ങനെ അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു എന്ന് കഥയിൽ പറയും. അപ്പൊ ഇവിടെ ആ ഭഗവാൻ ഭക്തൻ കൊണ്ടുവന്നിട്ടുള്ളത് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഭക്തൻ കൊണ്ടുവന്നിട്ടുള്ള കർമ്മങ്ങളെല്ലാം ഭഗവാൻ തന്നെ മനസ്സിലാക്കിയെടുത്ത് ആ കർമ്മങ്ങളെ ഭഗവാൻ എടുത്തു തീർക്കും. അപ്പൊ അവിടെ എടുത്തു തീർത്തു, ഒരു ഭാഗം എടുത്തു തീർത്തു, ദേവി കൈപിടിച്ചു എന്ന് പറയുമ്പോൾ താത്വികമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, ഗുണങ്ങളും ചെയ്തിട്ടുണ്ടാവാം. നമ്മുടെ ദോഷങ്ങളാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. നമ്മൾ ഐശ്വര്യം തേടുന്ന സമയത്ത് ഈ ദോഷങ്ങളാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്, നമ്മളെ മറച്ചു നിൽക്കുകയാണ് ഈ ദോഷങ്ങൾ. അപ്പൊ ഈ ദോഷങ്ങളെ തരണം ചെയ്തിട്ട് നമുക്ക് ആ സുഖം അനുഭവിക്കണമെങ്കിൽ ഭഗവാന്റെ കൃപയുണ്ടാവണം. അപ്പൊ ഇവിടെ ഭഗവാൻ ആ ഒരു പിടി എടുത്ത് ഭുജിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന എല്ലാ ദോഷങ്ങളെയും ഭഗവാൻ ഇല്ലാതെയാക്കി. അങ്ങനെ ഇല്ലാതെയാക്കിയപ്പോൾ ശേഷിക്കുന്നത് എന്താ? സുഖമാണ്. ആ സുഖത്തെ ഭഗവാൻ നൽകി. അതുകൊണ്ടാണ് ശ്രീദേവി ഒറ്റ കൈയിൽ പിടിച്ചത്. അത്രേ അവന് ദോഷമുള്ള അത് മുഴുവൻ തീർന്നു, ഇനി അവന് സുഖം കിട്ടിക്കോളും എന്ന് പറഞ്ഞ് കൈ പിടിച്ചു. അപ്പൊ ഭഗവാൻ എല്ലാ ഐശ്വര്യത്തെയും കൊടുത്തു. ഇനി ആ ഐശ്വര്യം മുഴുവൻ ഭുജിച്ച്, ആ ശേഷിക്കുന്ന അവില് ഭുജിച്ച് അത് പൂർണ്ണമാകുമ്പോൾ അവൻ ഭഗവാനിൽ ലയിക്കും. അപ്പൊ അവന് ഭുക്തിയും മുക്തിയും കിട്ടും. ഈ ഒരു തത്വമാണ് അവിടെ ഭഗവാൻ അത് പിടിച്ച് ഒരു പിടി കഴിച്ചതോടുകൂടി തന്നെ മതിയായി എന്ന് പറയുന്നത്. ഭഗവാൻ അവിടെ പറയുന്ന വാക്ക്, ഞാൻ ഇതൊരു പിടി കഴിച്ചാൽ ഇതിലൂടെ വിശ്വം മുഴുവൻ സംതൃപ്തമാകുമെന്നാണ്. ദ്രൗപദിയുടെ അടുത്ത് ചെന്ന അക്ഷയപാത്രത്തിൽ നിന്നും ആ ഒരു ചീരയില എടുത്ത് കഴിച്ചപ്പോൾ ദുർവാസാവിന്റെ വിശപ്പ് മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ മുഴുവൻ വിശപ്പ് മാറി എന്ന് മഹാഭാരതത്തിൽ കഥ വരും. കാരണം ഭഗവാൻ വിശ്വാത്മാവാണ്, വിരാട് പുരുഷനാണ്. അദ്ദേഹത്തിനെ സംതൃപ്തമാക്കിയാൽ വിശ്വം മുഴുവൻ സംതൃപ്തമായി. അപ്പോൾ നമ്മൾ ആ ഭഗവാന് സമർപ്പിച്ചു നമ്മുടെ കർമ്മം, ദോഷം മുഴുവൻ ഭഗവാൻ ഇല്ലാതെയാക്കി, സുഖം മുഴുവൻ, ആ ഗുണം മുഴുവൻ നമുക്ക് തിരിച്ചു തന്നു. നമ്മളത് അനുഭവിച്ച് ക്രമേണ ഭഗവത് പ്രാപ്തി ഉണ്ടാവുമെന്ന് ആ കഥയിൽ നിന്നും മനസ്സിലാക്കണം. അങ്ങനെ അദ്ദേഹം അവിടെ താമസിച്ചു. കുചേലൻ അപ്പോഴും ഒന്നും ചോദിക്കുന്നില്ല, ഭഗവത് പ്രാപ്തി കിട്ടി, പരമാനന്ദമായി. പിറ്റേത്തെ ദിവസം ഭഗവാനോട് യാത്ര പറഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോയി. പോകുന്ന സമയത്ത് ചിന്തിക്കുന്നുണ്ട്, ധനം കിട്ടിയാൽ താൻ വഴിതെറ്റി പോകുമോ എന്ന് കരുതിയിട്ടായിരിക്കാം ധനം തരാഞ്ഞത്, ഭഗവാന്റെ മഹിമയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ വീട്ടിലെത്തുമ്പോൾ വീടിന്റെ അവസ്ഥ മുഴുവൻ മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ധർമ്മപത്നി മെലിഞ്ഞിരിക്കുന്നു. ഇപ്പൊ നല്ല പുഷ്ടമായ ദേഹത്തോടുകൂടി പുറത്തേക്ക് വരുന്നു, ദാസികൾ വരുന്നു, നല്ല ഐശ്വര്യപ്പെട്ടിട്ടുള്ള. അപ്പൊ ഇത് മനസ്സിലാക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണെന്ന്. എന്നിട്ട് ആ ഭഗവാനെ നമസ്കരിക്കുകയാണ്. സദാ നിന്റെ വിചാരം മാത്രം എനിക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കുകയാണ്. ആ ഭാഗം അവസാനമായിട്ട് ആ 40-ാമത്തെ ശ്ലോകത്തിൽ കുചേലൻ പറയുന്നത് നമുക്ക് കാണാം. ഏവം സവിപ്രോ ഭഗവത് സുഹൃത്തദാ ദൃഷ്ട്വാ സ്വഭൃത്യൈരജിതം പരാജിതം തദ്ധ്യാന വേഗോദ്ഗ്രഥിതാത്മബന്ധനസ്തദ്ധാമ ലേഭേ അചിരതഃ സതാം ഗതിം. ഇങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു, തൻ്റെ ഐശ്വര്യം എല്ലാം കണ്ടു. ആ ഐശ്വര്യത്തിന്റെ നടുവിലിരിക്കുന്ന അദ്ദേഹം
ഭഗവാന്റെ സുഹൃത്തായിരിക്കുന്ന അദ്ദേഹം. നമുക്കൊക്കെ ഒരു സുഹൃത്തേ ഉള്ളൂ, അത് ഭഗവാനാണ്. ബാക്കി എവിടെയെല്ലാം നമ്മൾ സുഹൃത്തുക്കളെ തേടിയാലും അതൊന്നും ശാശ്വതമല്ല. എല്ലാ മനുഷ്യനും ഒരു സുഹൃത്തേ ഉള്ളൂ, അത് ഈശ്വരനാണ്. ആ സുഹൃത്തിനെ ലഭിച്ചവനാണ് യഥാർത്ഥത്തിൽ ധന്യൻ. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന് ഭഗവാൻ തന്നെയായിരുന്നു സുഹൃത്ത്. അങ്ങനെയുള്ള ആ വിപ്രൻ, അജിതൻ, ആരാലും ജയിക്കപ്പെടാതെ ഇരിക്കുന്ന ആ ഭഗവാൻ, സ്വഭൃത്യൈർ പരാജിതം, തൻ്റെ ഭക്തരാൽ പരാജിതനായതുപോലെ കണ്ടപ്പോൾ, കാരണം ഭഗവാനെ കീഴടക്കാൻ ആർക്കും പറ്റില്ല. വലിയ വലിയ ആയുധങ്ങളുമൊക്കെ എടുത്ത് വലിയ വലിയ തപസ്സൊക്കെ നടത്തി ഭഗവാന്റെ നേർക്ക് വന്നിട്ടും വിഫലമായി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഭക്തർ വരുമ്പോൾ ഭക്തരുടെ ഭക്തിയിൽ ഭഗവാൻ കീഴടക്കും. അഹം ഭക്ത പരാധീന എന്ന് ഭാഗവതത്തിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. ഞാൻ ഭക്തർക്ക് അധീനനാണ്, ഭക്തരുടെ സേവകനെ പോലെയാണ് ഞാൻ ഇരിക്കുന്നത് എന്ന ഭാവമാണ് ഭഗവാൻ. അപ്പോൾ അജിതനാണ്, അദ്ദേഹത്തിന് ആർക്കും ജയിക്കാൻ പറ്റില്ല. എന്നാൽ ഭക്തിയിലൂടെ അദ്ദേഹം ജയിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ, കാരണം അദ്ദേഹത്തിന് ഭഗവത് അനുഭൂതി ഉണ്ടായി. അപ്പൊ ഭക്തിയിലൂടെ ഇപ്പോൾ ദാമോദര ലീല പറയുമ്പോൾ അമ്മയ്ക്ക് കെട്ടാൻ പറ്റുന്നില്ല, 2 അങ്കുലം കുറഞ്ഞു വരികയാണ്. വീണ്ടും വീണ്ടും പരിശ്രമിച്ച് അവസാനം ഇനി ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് വേർത്ത് കുളിക്കുന്നത് കാണുമ്പോൾ ഭഗവാൻ തന്നെ നിന്നു കൊടുക്കുകയാണ്. കാരണം ഭക്തിയിൽ ഭഗവാൻ തോൽവി സമ്മതിക്കും. അപ്പൊ അങ്ങനെ തോറ്റുകൊടുത്ത് അമ്മ കെട്ടുകയാണ്, ദാമോദര ലീല. എന്നിട്ടാണല്ലോ ആ 2 വൃക്ഷങ്ങൾക്ക് മോക്ഷം കൊടുക്കുന്നത്. അപ്പൊ അതേപോലെ ഇവിടെ താൻ ഒന്നുമല്ല, ആ ഒന്നുമല്ലാത്ത തനിക്ക് എല്ലാം തന്നു ആ ഭഗവാൻ. എന്തുകൊണ്ട്? തന്നോടുള്ള വാത്സല്യം കൊണ്ട്. ലോകം മുഴുവൻ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിട്ടും കീഴ്പ്പെടുത്താൻ പറ്റാത്ത ആ പൊരുളിനെ ഭക്തി കൊണ്ട് മാത്രം ജയിക്കാൻ സാധിക്കുമെന്ന് ആ സുഹൃത്ത്, ഭഗവാന്റെ സുഹൃത്ത് മനസ്സിലാക്കി. തദ്ധ്യാന വേഗോദ്ഗ്രഥിതാത്മബന്ധന, അദ്ദേഹത്തിന്റെ ധ്യാനവേഗത്തിലൂടെ തൻ്റെ ഉള്ളിലുള്ള കെട്ടുകുടുക്കുകളെ മുഴുവൻ അഴിച്ച്, എന്ത് കെട്ടുകുടുക്ക്? ആത്മബന്ധനങ്ങളെ മുഴുവൻ അഴിച്ച്, തദ്ധാമ ലേവേ അചിരത, വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ധാമത്തെ നേടി. സതാം ഗതി, നല്ലവരുടെ ഗതിയാണ് അദ്ദേഹത്തിന്റെ ധാമം. ആ ധാമത്തെ ഈ വിപ്രൻ, ഈ കുചേലൻ നേടി. ഇവിടെ അദ്ദേഹത്തിന്റെ ധ്യാനത്തിലൂടെ നമ്മുടെ എല്ലാ ആത്മബന്ധനങ്ങളും തീർന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് വാസനകളുണ്ട്, നമ്മൾ കർമ്മം ചെയ്യണം. ഈ കർമ്മം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഏതുവരെ? ആ വാസന പൂർണ്ണമാകുന്നത് വരെ. അപ്പൊ നമ്മുടെ പ്രാരബ്ധം പൂർണ്ണമായി തീരുന്നത് വരെ. ആ പ്രാരബ്ധമാണ് നമ്മുടെ കെട്ടുപാടുകൾ. ആ കെട്ടുപാടിനെ പതുക്കെ പതുക്കെ അഴിച്ചഴിച്ചഴിച്ച് ഇപ്പൊ ദുഃഖം മുഴുവൻ ഭഗവാൻ ഇല്ലാതെയാക്കി, സുഖത്തെ നൽകി 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 ആ ഇതിന് കെട്ടിനെ പോലും ഒഴിവാക്കി കർമ്മത്തിൽ നിന്നും പൂർണ്ണമായ മോചനം നമുക്ക് നൽകി, തന്നിലേക്ക് തന്നെ ലയിപ്പിച്ച് തൻ്റെ പദം തന്നു. അതാണ് ഇവിടെ അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് പറയുന്നത്. ഇങ്ങനെ പറയുന്ന സമയത്ത് കുചൈല എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അത് നമ്മളൊന്നും കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം വസ്ത്രം വളരെ കുറവായവൻ എന്നാണ് അർത്ഥം. വസ്ത്രം എന്തിനാ? ദേഹം മറയ്ക്കാനാണ്. ഇവിടെ ആത്മാവാകുന്ന ഈശ്വരനെ മറയ്ക്കുന്ന ഒരുപാട് ആവരണങ്ങളുണ്ട്. ഇപ്പൊ ബുദ്ധി, മനസ്സ്, അഹങ്കാരം, ചിത്തം എന്നൊക്കെ പറഞ്ഞ ആവരണങ്ങളുണ്ട്. അതിൽ മനസ്സിന് തന്നെ ഒരുപാട് ചിന്തകൾ ഉണ്ടെങ്കിൽ ആ ആവരണത്തിന് വലിപ്പം കൂടി. ആ ചിന്തകൾക്കനുസരിച്ച് ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടി അത് പുറത്തേക്ക് ഒഴുകി ഒരുപാട് വിഷയങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ആവരണം കൂടി. ഇങ്ങനെ ഒരുപാട് ആവരണത്തോടൊത്തവരാണ് സാധാരണക്കാരൊക്കെ. അപ്പൊ അവർക്ക് ഒരുപാട് വസ്ത്രങ്ങളുണ്ട്. അപ്പൊ സുചൈല എന്ന് അവരെ വിളിക്കാം. ഒരുപാട് വസ്ത്രങ്ങളുള്ളവരാണ്. അങ്ങനെയുള്ളവർ സാധന ചെയ്ത് ആവരണങ്ങളെ കുറച്ച് സ്വധർമ്മം അനുഷ്ഠിച്ച് ആവരണങ്ങളെ കുറച്ച് ഗുരുവിനെ അനുസരിച്ച് അവർ കുചൈലന്മാരായി ഭവിക്കുകയാണ്. അവരുടെ ആവരണങ്ങളൊക്കെ കുറഞ്ഞ് വളരെ കുറവ് മാത്രമായി. ഒരു ലെയർ മാത്രമേ ഉള്ളൂ. അതെടുത്ത് മാറ്റിയാൽ അവർക്ക് ആത്മദർശനം കിട്ടും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം കുചൈലനാണ്. ഇനി ഈ കുചൈലന് ഋഷിമാര് പിന്നീട് നൽകിയിട്ടുള്ള പേര് സുദാമ എന്നാണ്. അത് ഭാഗവതത്തിലൊന്നും കാണില്ല. പക്ഷെ പിന്നീട് വന്ന ആചാര്യന്മാർ ആ പേരിൽ അദ്ദേഹത്തെ വിളിക്കുന്നു. സുദാമ എന്ന് പറഞ്ഞാൽ നല്ല ദാനം കൊടുത്തവൻ എന്നാണ്. യഥാർത്ഥ ദാനം കൊടുത്തത് ആരോ അവനാണ് സുദാമ. എന്താണ് യഥാർത്ഥ ദാനം? തന്നെ സമർപ്പിക്കുക. എല്ലാ കർമ്മങ്ങളെയും തൻ്റെതായിട്ടുള്ളത് എല്ലാത്തിനെയും ഭഗവാനിൽ സമർപ്പിക്കുക, തന്നെ സമർപ്പിക്കുക. അങ്ങനത്തെ പൂർണ്ണ സമർപ്പണം ആർക്കുണ്ടോ അവനാണ് സുദാമാവ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ സുദാമാവ് എന്നും വിളിക്കാം. കാരണം ഏറ്റവും വലിയ ദാനം അദ്ദേഹം തന്നെ ഭഗവാന് സമർപ്പിച്ചു. എല്ലാ കർമ്മങ്ങളും ഭഗവാൻ സ്വീകരിച്ചു, അയാൾക്ക് സദ്ഗതി കൊടുത്തു. ഇതാണ് ഈ കഥയിലൂടെ നമ്മൾ അറിയുന്ന തത്വം. അപ്പൊ ഈ തത്വം ഈ കഥയിലുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ ഒരു കീ പോലെ അവസാനമായി ഫലശ്രുതിയും പറയുന്നുണ്ട് ഭാഗവതം. ഫലശ്രുതിയിൽ എന്താ പറയുന്നത്? ഏതദ് ബ്രഹ്മണ്യദേവസ്യ ശ്രുത്വാ ബ്രഹ്മണ്യതാം നരഃ ലബ്ധഭാവോ ഭഗവതി കർമ്മബന്ധാത് വിമുച്യതേ. ബ്രഹ്മണ്യമുള്ളവരെ പൂജിക്കുന്നവൻ, ബ്രഹ്മണ്യം എന്ന ശബ്ദം കൊണ്ട് ബ്രഹ്മാനുഭൂതിയാണ്. തന്നെ നന്നായി ഉപാസിച്ച് തന്നെ അനുഭവിക്കുന്നവർക്ക് ഭഗവാൻ എല്ലാം നൽകുന്നു. അപ്പൊ അവരെ പൂജിക്കുന്നു. അങ്ങനെയുള്ള ഭാവത്തിലാണ് ഭഗവാൻ. ബ്രഹ്മബോധത്തെ പ്രദാനം ചെയ്യുന്നവർക്ക്
ബ്രഹ്മബോധത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തിയെ ശ്രുത്വ കേട്ടിട്ട് നര ലബ്ധഭാവോ ഭഗവതി കർമ്മബന്ധാത് വിമുച്യത്തെ, ഭഗവാനിൽ നല്ല ഭക്തിയെ നേടി. കാരണം ഭഗവാന്റെ മഹിമയെ ഇങ്ങനെ കേട്ട് 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 ഭഗവാൻ ആ ഭക്തനെ എങ്ങനെ സഹായിച്ചു എന്ന് മനസ്സിലാക്കി ഭഗവാനിൽ ഭക്തിയെ നേടി, ഭാവശുദ്ധിയെ നേടി, കർമ്മബന്ധത്തിൽ നിന്നും വിമോചിക്കപ്പെടുന്നു. വിമുച്യത്തെ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ കഥയുടെ ഫലം എന്താ? കർമ്മബന്ധത്തിൽ നിന്നുമുള്ള മോചനമാണ്. കർമ്മബന്ധത്തിൽ നിന്നും മോചനം എങ്ങനെയാണ് നേടേണ്ടത്? അതാണ് ഈ തത്വം മുഴുവൻ. അപ്പൊ ഈ ഒരു ഫലശ്രുതി കേട്ടാൽ തന്നെ ഇതിൽ ഇങ്ങനെ ഒരു തത്വമുണ്ട് എന്ന് നമ്മൾ ഗ്രഹിക്കണം. കാരണം ഈ കഥ കേട്ടാൽ ഈ ഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ വെറുതെ കഥ കേട്ട് പോയാൽ പോരാ. കഥയിലൊരു ശ്രദ്ധയുണ്ടാവാൻ വേണ്ടിയാണ് ഇത്തരം ഫലശ്രുതി പറയുന്നത്. അപ്പൊ ആ ശ്രദ്ധയുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഈ കഥ കർമ്മബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് എന്ന ചിന്തയുണ്ടാവണം. ആ ചിന്തയിലൂടെ ആ കഥയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോഴാണ് നമുക്ക് ഈ തത്വം, ഇതിൽ പരോക്ഷമായി പറയപ്പെട്ടിട്ടുള്ള തത്വം നമുക്ക് കിട്ടുന്നത്. അതിലൂടെയാണ് നമുക്ക് ശ്രേഷ്ഠതയുണ്ടാവുന്നത്. നമ്മുടെ ദുഷ്ടകർമ്മങ്ങളെയെല്ലാം ഭഗവാൻ തീർക്കും. സത്കർമ്മങ്ങളുടെ നല്ല ഫലങ്ങളെ നമുക്ക് അനുഭവിപ്പിച്ച് നമ്മുടെ നല്ലൊരു ജീവിതം, നല്ല ഐശ്വര്യപൂർണമായ ജീവിതം തന്ന് നമ്മുടെ ആ പ്രാരബ്ധം പൂർണ്ണമാകുമ്പോൾ ഭഗവത് പ്രാപ്തി തന്നെ അവസാനം നമുക്ക് നൽകും. അതാണ് കർമ്മത്തിൽ നിന്നുള്ള മോചനം. കർമ്മമെല്ലാം ചെയ്തു തീർത്തു, ലോകത്തിൽ ഒരു വാസനയും അവശേഷിക്കാതെ ഭഗവാനിൽ ലയിച്ച് പരമാനന്ദമഗ്നനായിരിക്കുന്നതാണ് കർമ്മബന്ധത്തിൽ നിന്നുള്ള മോചനം. ആ മോചനം ഈ കഥയിലൂടെ നമുക്ക് നൽകുമെന്ന് വ്യാസര് തന്നെ ഭാഗവതത്തിന്റെ അവസാനം, ഈ ഒരു കഥയുടെ അവസാനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഇതിന്റെ താത്വിക വശത്തെ ആൾക്കാർ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ഗ്രഹിക്കണം. ഇതാണ് കുചേല ബ്രാഹ്മണന്റെ കഥ. ഭഗവാന്റെ സുഹൃത്താണ് നമ്മൾ എല്ലാവരും. കാരണം നല്ലതിച്ഛിക്കുന്നവനാരോ അവനാണ് സുഹൃത്ത്. നമ്മുടെ നല്ലതിച്ഛിക്കുന്നത് ഭഗവാൻ മാത്രമാണ്. ബാക്കിയുള്ളവർക്കെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാകും. സ്വാർത്ഥമായ ബന്ധങ്ങളാണ് ബാക്കിയുള്ളതെല്ലാം. അത് എത്ര അടുപ്പമുള്ള ബന്ധമാണെങ്കിലും. കാരണം അവനവനോടാണ് ആൾക്കാർക്ക് ഏറ്റവും പ്രിയം എന്ന് ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരോട് കാണിക്കുന്ന പ്രിയം അവനോടുള്ള പ്രിയം തന്നെയാണെന്ന് പറയുന്നത്. അപ്പൊ എല്ലാം സ്വാർത്ഥം തന്നെയാണ്. എന്നാൽ ഭഗവാന് സ്വാർത്ഥതയില്ല. കാരണം ഭഗവാൻ തന്നെ തന്നെയായിട്ടാണ് നമ്മളെ എല്ലാം കാണുന്നത്. അപ്പൊ ഭഗവാന്റെ സ്വാർത്ഥം എന്ന് പറയുന്നത് പരാർത്ഥം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭഗവാനെ നമ്മൾ ശരണാഗതി നേടിയാൽ, ആ ഭഗവാനെ നമ്മൾ സുഹൃത്തായി വരിച്ചാൽ, അതിലൂടെ നമ്മൾ നമ്മുടെ കർമ്മങ്ങളെയെല്ലാം ആ ഭഗവാന് സമർപ്പിച്ച് ഗുരുവിന്റെ വാക്യത്തെ സ്വീകരിച്ചുകൊണ്ട്, കാരണം ഇങ്ങനെ ഒരു സുഹൃത്തുണ്ടെന്ന് പറഞ്ഞു തരുന്നത് ഗുരുവാണ്, ആ വാക്യത്തെ സ്വീകരിച്ച് ഗുരുവിനെ അനുസരിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നമ്മൾ ഉയർന്ന് കർമ്മബന്ധത്തിൽ നിന്ന് മോചനം നേടും എന്ന ഉറപ്പാണ് ഈ കഥ നൽകുന്നത്. അപ്പൊ ഈ കഥയുടെ ഈ തത്വത്തെ നമുക്ക് പ്രദർശിപ്പിച്ചു തരുന്ന ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ തത്വത്തിൻ്റെ എളിയ വ്യാഖ്യാനത്തെ ആ ഭഗവാന്റെ തന്നെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കാരണം ഉള്ളതെല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെ ദാനമാണ്. അതല്ലാതെ തിരിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അദ്ദേഹം തന്നെ നമുക്ക് നൽകിയിട്ടുള്ള അറിവ് അദ്ദേഹത്തിൻ്റെ തന്നെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഹരി ഓം.